മക്കളെ വെൽക്കം ബാക്ക് ടു Xylem Learning. അക്ഷയ് സാറാണ്. സോ മക്കളെ, ഇന്ന് അക്ഷയ് സാർ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ നമ്മുടെ 10th CBSE ബയോളജിയിലെ രണ്ടാമത്തെ ചാപ്റ്റർ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ എന്ന ചാപ്റ്ററിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യന്റെ ഡിസ്കഷനുമായിട്ടാണ് മക്കളെ. അപ്പൊ നമ്മൾ ഓൾറെഡി ലൈവ് പ്രോസസ്സസ് എന്ന നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററിന്റെ ഡിസ്കഷൻ നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. മക്കൾ എല്ലാവരും അതിന് നല്ല പ്രതികരണം തന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള ഒരു സെഷൻ കൂടിയായിരുന്നു അത്. അപ്പോൾ ഇന്ന് ഈ ഒരു സെഷനിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ എന്ന നമ്മുടെ ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ഹൈ മോസ്റ്റ് ഈസിയസ്റ്റ് ചാപ്റ്റർ എന്നൊക്കെ പറയുന്നുണ്ട് സുയി. ഓക്കെ, CR7 ഫാൻസ് ഒക്കെ ഉണ്ടല്ലേടാ. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു കാര്യം ഉറപ്പുവരുത്തേണ്ടതുണ്ട്. എന്താണ്? എല്ലാം ക്ലിയർ ആണ്. എന്റെ ശബ്ദം ക്ലിയർ ആയി കേൾക്കാമെങ്കിൽ, എന്നെ കൃത്യമായി കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ, എന്റെ പിറകുവശത്തായി കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ എന്ന് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? എല്ലാവരും സാറിന്റെ ഫേവറേറ്റ് ഇമോജി ശക്തിമാനാണ് അല്ലെ? ആ ശക്തിമാൻ ഫേവറേറ്റ് ഇമോജി ശക്തിമാൻ ഇമോജി ഇട്ടുകൊണ്ട് സെറ്റ് ആക്കാം. ശക്തിമാൻ ഇമോജി ഇട്ട് സെറ്റ് ആക്കാം. ടെൻഷൻ ഉണ്ട് എന്ന് പറയുന്നത് നക്ഷത്ര. ടെൻഷന്റെ കാര്യമൊന്നും ഇല്ലടാ, മനസ്സിലാക്കി പഠിച്ചാൽ മതി. വേറെ ബില്ല് എന്താ പറയാ, ടെൻഷൻ അടിക്കേണ്ട വിഷയമൊന്നും അല്ല. നമുക്ക് ഈസി ആയിട്ട് കിട്ടും നമുക്ക് കേട്ടാ. അപ്പൊ എല്ലാ സബ്ജക്റ്റും അപ്പോ നമ്മൾ മനസ്സിലാക്കി പഠിച്ചാൽ മതി. എസ്പെഷ്യലി സയൻസ് സബ്ജക്ട് നമ്മളത് കൃത്യമായി മനസ്സിലാക്കി പഠിച്ചാൽ നമുക്കത് എങ്ങനെ വന്നാലും സോൾവ് ചെയ്യാൻ പറ്റും. ഈവൻ ഫിസിക്സിലെ ന്യൂമറിക്കൽസ് ആയാൽ പോലും നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിട്ടാണ് പഠിക്കുന്നതെങ്കിൽ, ഓരോ കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആണെങ്കിൽ നമുക്ക് എങ്ങനെയും ക്വസ്റ്റ്യൻസ് ചെയ്താൻ പറ്റും. ഓക്കെ, അപ്പൊ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, എല്ലാവരും ശക്തിമാൻ ഇമോജിയിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. അതിനർത്ഥം എല്ലാം ഓക്കെ ആണെന്നാണ് അല്ലെ? അപ്പൊ നമുക്ക് തുടങ്ങിക്കൂടെ? അപ്പൊ നമുക്ക് അധികം സമയമൊന്നും കളയാനില്ല അല്ലെ? കാരണം ഓരോ നിമിഷവും ഓരോ മിനിറ്റ്സും വളരെ വാല്യൂബിൾ ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലെ? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ടൈം ഒടുക്കുക എന്ത് ചെയ്യാൻ പാടില്ല, വേസ്റ്റ് ചെയ്യാൻ പാടില്ല. പലപ്പോഴും നിങ്ങൾ മൊബൈൽ ഫോണിലും മറ്റുമായിട്ട് സമയം വേസ്റ്റ് ചെയ്യാറുണ്ടല്ലോ. നമ്മൾ പോലും അറിയാതെ നമ്മൾ മൊബൈൽ ഫോണിൽ ടൈം വേസ്റ്റ് ചെയ്യാറുണ്ട് അല്ലെ? ഒരു ഇൻസ്റ്റാഗ്രാം നോട്ടിഫിക്കേഷൻ കാണുമ്പോൾ, അല്ലെങ്കിൽ വാട്സപ്പിൽ ഒരു നോട്ടിഫിക്കേഷൻ കാണുമ്പോൾ അതിൽ കയറി, പിന്നെ അങ്ങനെ വാട്സപ്പ് വഴി യൂട്യൂബിലേക്ക് വന്ന് അവിടെ ഇൻസ്റ്റാഗ്രാം പോയി, അപ്പോഴേക്കും മണിക്കൂർ 1ഉം 2ഉം ഒക്കെ പോയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ ഒരുപാട് സമയം ടൈം കില്ലിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ ഒഴിവാക്കുക. മാക്സിമം ഓരോ ലെസൺസും അല്ലെ, ഓരോ ലെസൺസും എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് പഠിക്കാം. സാർ ഒരു ലെസൺ പഠിക്കുമ്പോൾ ഒരു ലെസൺ മറക്കുക എന്ന് പറയുന്നത് നക്ഷത്ര. മകളെ, അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? നമ്മൾ പഠിക്കുന്നത് കൃത്യമായിട്ട് പഠിക്കാത്തതുകൊണ്ടല്ലേ. അപ്പൊ നമ്മൾ കൃത്യമായി മനസ്സിരുത്തി, അതായത് നമ്മുടെ മനസ്സ് കൃത്യമായി ഏകാഗ്രതമാണ്. അത് നമ്മുടെ മൈൻഡ് വേറെ പോകാൻ പാടില്ല, വേറെ ചിന്തകളൊന്നും ഉണ്ടാകാൻ പാടില്ല. നമ്മളിപ്പോൾ പഠിക്കുന്ന സമയമാണ്, അപ്പൊ നമ്മൾ അത് തന്നെ ചെയ്യണം. അല്ലാതെ വേറെ ആളെ കുറിച്ച് ചിന്തിക്കുകയോ മറ്റു കാര്യങ്ങളെ കുറിച്ച് ബോധറാകുകയോ ചെയ്യരുത്. നിങ്ങൾ ഇപ്പോഴത്തെ സമയം നിങ്ങൾ പഠിക്കുക തന്നെ ചെയ്യണം. ഓക്കെ, മാക്സിമം നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, അണ്ടർലൈൻ ചെയ്ത് ഓരോ ലൈൻ ബൈ ലൈൻ ആയിട്ട് പഠിക്കുക. ഓക്കെ, അതാണ് ചെയ്യേണ്ടത്. മനസ്സിലാക്കി പഠിക്കുക കൂടി ചെയ്യണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ മനസ്സിലാക്കാതെ ബൈഹാർട്ട് ചെയ്ത് പഠിക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ നേരത്തെ നമ്മുടെ നക്ഷത്രം പറഞ്ഞതുപോലുള്ള ഒരു പ്രശ്നം വരാനുള്ള സാധ്യതയുണ്ട്. എന്താ? ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞു, അടുത്ത ചാപ്റ്റർ പഠിക്കുമ്പോഴേക്കും മുന്നേ ഉള്ള പ്രീവിയസ് ചാപ്റ്റർ മറന്നു പോകുന്ന ഒരു പ്രശ്നം. അതാണ് സംഭവം. ഇപ്പോഴും മസന കൂടി ട്രെൻഡ് ഔട്ടായില്ലേ? ലഫിയ എന്ന് പറയുന്നുണ്ട്. മസനഗുടി വഴി ഊട്ടിയിലേക്ക് പോയ യാത്ര സൂപ്പർ ആണെന്നുള്ള പറയുന്നുണ്ട്. അപ്പോൾ മസനഗുടി വഴി ഊട്ടിയിലേക്ക് പറയുന്നില്ല, സാറൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, മുന്നേ അപ്പൊ ആ സമയത്ത് ട്രെൻഡ് ഒന്നും ആയിരുന്നില്ല. ഇതിപ്പോ ട്രെൻഡാണ്. പക്ഷെ ഇപ്പൊ ട്രെൻഡ് ഔട്ടായി തോന്നുന്നു. ഇപ്പൊ വേറെന്തോ ആണ്, ആ ട്രെൻഡ് ഔട്ടായി. ഓക്കെ, റെഡി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ടൈം വേസ്റ്റ് ചെയ്യാനില്ല, തുടങ്ങാം. അതന്നെ. അപ്പോൾ ആദ്യം നമുക്കറിയാം, ഈ ചാപ്റ്ററിൽ നമുക്ക് പ്രധാനമായും 2 ഏരിയാസാണ് ഉള്ളത്. മെയിനായിട്ട് 2 ഏരിയാസ് ഉള്ളൂ. ഒന്ന് കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ ഇൻ ആനിമൽസും, രണ്ടാമത്തത് കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ പ്ലാന്റ്സും. അത്രേ ഉള്ളൂ കേട്ടാ. നമുക്ക് അത്രേ ഉള്ളൂ പഠിക്കാൻ, ഈസിയാ. ഒന്നാമത് കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ ഇൻ പ്ലാന്റ്സും, പിന്നെ എന്താണ്, ആനിമൽസും. അതേ പഠിക്കണ്ടു, വേറൊന്നുമില്ല. ഓക്കെ, ടെൻഷൻ ഒന്നും വേണ്ട. അപ്പൊ ആദ്യം നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ നോക്കാം. കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ പ്ലാന്റ്സ്. അപ്പോൾ പ്ലാന്റ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ചുകൂടി എന്താ ശ്രദ്ധിച്ച് പഠിക്കുക. കാരണം വെച്ചാൽ ആനിമൽസിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ബോഡിയുമായി റിലേറ്റ് ചെയ്ത് പഠിക്കാം. ഓക്കെ, അതാണ് പ്രത്യേകത അല്ലെ? നമ്മൾ സുവോളജി അല്ലെങ്കിൽ നമ്മൾ ആനിമൽസിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, റെഡി അല്ലേ? ഇപ്പൊ നമ്മുടെ ശരീരത്തിൽ ഹോർമോൺ എന്ന് പറയുമ്പോൾ വി ക്യാൻ റിലേറ്റ് വിത്ത് അവർ ബോഡി. നമ്മുടെ ബോഡിയുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് വളർച്ചയ്ക്ക് കാരണമാവുന്നത്, ഗ്രോത്തിന് കാരണമാവുന്നത് ഗ്രോത്ത് ഹോർമോൺ നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണെന്ന് പറയുമ്പോൾ
ഐ ക്യാൻ റിലേറ്റ് ഇറ്റ് വിത്ത് മൈ ബോഡി. സോ അതാണ് അനിമൽസിനെ കുറിച്ച് പഠിക്കുമ്പോൾ അഡ്വാൻറ്റേജ്. പ്ലാന്റ്സുമായി പഠിക്കുമ്പോൾ നമ്മളത് കൃത്യമായി നമ്മുടെ ബോഡിയിലല്ല നടക്കുന്നത്, പ്ലാന്റ് ബോഡിയിൽ നടക്കുന്ന കാര്യമാണ്. അപ്പൊ പ്ലാന്റ് ബോഡിയിൽ നടക്കുന്ന കാര്യമായതുകൊണ്ട് കുറച്ചുകൂടി പൂർവ്വമായി ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, റെഡി. സ്കിപ്പ് ചെയ്യരുത് നക്ഷത്ര, കാരണം എല്ലാ ഏരിയാസും കൃത്യമായിട്ട് പഠിക്കണം കേട്ടോ. ലൈവ് പ്രോസസ്സിന്റെ കേസിൽ പറയുകയാണെങ്കിൽ, കാരണം ഇത് നമുക്ക് ആവശ്യമുള്ള ഒരു ഭാഗം കൂടിയാണ്. നിങ്ങൾ എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യമാണ്, നിങ്ങൾ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രമായിട്ട് ഒതുങ്ങി പോരുത്. എൻ്റെ മക്കൾ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ നിങ്ങളുടെ ബോർഡ് എക്സാം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് മാത്രം ആവരുത് നിങ്ങളുടെ ലക്ഷ്യം. ഒരുപക്ഷെ നിങ്ങളോട് പേരൻസും മറ്റുള്ളവർ പറയുന്നത് അതായിരിക്കും അല്ലെ, എന്ത് ബോർഡ് എക്സാമിന് നല്ല മാർക്ക് വാങ്ങിക്കണം അല്ലെ, ഫുൾ മാർക്ക് വാങ്ങിക്കണം എന്നായിരിക്കും പറയുന്നുണ്ടാവുക. എന്നാൽ നിങ്ങൾ ആ ബോർഡ് എക്സാം മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കരുത്. നമുക്ക് ഭാവിയിലേക്കും ഇത് ആവശ്യമാണ്, പല വിഷയങ്ങൾ എടുത്ത് പോകുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമാണ്. ആ രീതിയിൽ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം, അതാണ് വേണ്ടത്. ഓക്കെ, എനിവേ നമുക്ക് തുടങ്ങാം. ക്വസ്റ്റ്യൻസിലേക്ക് കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും, ഇന്ന് ക്ലിയർ ആക്കും, സെറ്റ് ആക്കും. സാറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ മജ. ഓക്കെ, സമയമില്ല, കളയാനില്ല. ഓക്കെ, ഒന്നാമത്തെ ഒരു ചോദ്യം നോക്കിയേ. ചോദ്യം എന്താ പറയുന്നത്? വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് എ പ്ലാന്റ് ഹോർമോൺ. ഇപ്പൊ പ്ലാന്റ് ഹോർമോൺ ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. പ്ലാന്റ് ഹോർമോൺ ഏതൊക്കെയാണ്? പ്ലാന്റ് ഹോർമോൺ ഓർമ്മിക്കണമെങ്കിൽ എ കേജ് എന്നുള്ളൊരു കോഡാണ് ഓർമ്മിക്കേണ്ടത് അല്ലെ. എ കേജ്. എന്താണ് എ കേജ്? അവിടെ ആബ്സിസിക് ആസിഡ് വരും, സൈറ്റോകൈനിൻ വരും, പിന്നെന്താണ് എത്തിലിൻ ഉണ്ട്, ജിബർലിൻ ഉണ്ട്, ഓക്സിൻ ഉണ്ട്. ഓക്കെ, അപ്പൊ എ കേജ് എന്നുള്ളൊരു കോഡ് ഓർമ്മിച്ചാൽ മതി. 5 ഹോർമോൺസ് അവിടെ വരുന്നുണ്ട് അല്ലെ. ഏതൊക്കെയാണ്? ഒന്നാമത് ഓക്സിൻ വരും, സൈറ്റോകൈനിൻ, ആബ്സിസിക് ആസിഡ്, ജിബർലിൻ, എത്തിലിൻ. അത് ആലോചിച്ചാൽ മതി, എ കേജ്. അതല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അനിമൽ ഹോർമോൺ. അപ്പൊ ഇവിടെ നോക്കിയേ പ്ലാന്റ് ഹോർമോൺ ഏതെന്നാ ചോദിക്കുന്നത് കേട്ടോ. പ്ലാന്റ് ഹോർമോൺ ഏതാ നോക്കിയേ. ഇൻസുലിൻ ആണോ? അല്ല. ഈസ്ട്രോജൻ ആണോ? അല്ല. തൈറോക്സിൻ ആണോ? അല്ല. ഏതാ? അവിടെ കൃത്യമായ ആൻസർ ഉണ്ട് നമുക്ക്. സൈറ്റോകൈനിൻ ആണെന്നുള്ളത് കൃത്യമായി നമുക്ക് അറിയാം. യെസ്, എല്ലാവരും കൃത്യമായിട്ട് ആൻസർ ചെയ്യുന്നുണ്ട്. ഡീന്ന് സൈറ്റോകൈനിൻ ആണ്. യെസ്, വെരി ഗുഡ് ട്ടാ. എല്ലാവരും സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ, വെരി ഗുഡ്. പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ, ഏതെങ്കിലും ഫ്രണ്ട്സ് നിങ്ങളുടെ ഫ്രണ്ട് ലൈവ് കാണാതെ എവിടെയെങ്കിലും വീട്ടിലിരുന്ന് ഉറങ്ങുകയാണ്, അല്ലെങ്കിൽ വീട്ടിലിരുന്ന് എന്താ പറയാ പഠിക്കാതിരിക്കുകയാണ്, അവരെ വിളിക്കൂ കേട്ടോ. കാരണം വെച്ചാൽ ഈ ഒരു സെഷനിലൂടെ നമ്മൾ ഈ നമ്മുടെ ഈ ഒരു കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ എന്നുള്ള ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാണ്. സോ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് എല്ലാ മക്കളെയും വിളിച്ചോട്ടാ, എല്ലാ ഫ്രണ്ട്സിനും വിളിച്ചോ. നിങ്ങളെ സ്റ്റാറ്റസ് ആക്കി ഇടാം. നിങ്ങളെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലും വാട്സപ്പ് സ്റ്റാറ്റസിലോ ഈ ലിങ്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങളെ സുഹൃത്തുക്കൾക്ക് വരാൻ പറ്റൂലേ, അവരും പഠിക്കട്ടെ. അതല്ലേ വേണ്ടത്, അങ്ങനെയല്ലേ വേണ്ടതാണ്. ഇത് വളരെ ഈസി ആയിട്ടുള്ള ചോദ്യമായിരുന്നു അല്ലെ. ആർക്കും ചെയ്യാൻ പറ്റും. ചെയ്യാൻ പറ്റില്ലേ? ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ദ മൂവ്മെന്റ് ഓഫ് സൺഫ്ലവർ ഇൻ അക്കോർഡൻസ് വിത്ത് പാത്ത് ഓഫ് സൺ. നമുക്കറിയാം സൂര്യപ്രകാശം അല്ലെങ്കിൽ സൂര്യന്റെ ദിശ അനുസരിച്ചിട്ട് നമ്മുടെ സൺഫ്ലവർ എന്ത് ചെയ്യുന്നുണ്ട്? മൂവ് ചെയ്യുന്നുണ്ട് അല്ലെ. അത് എന്ത് മൂവ്മെന്റാ? പ്ലാന്റിന്റെ മൂവ്മെന്റ് ബേസിക്കലി 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ട്രോപ്പിക് മൂവ്മെന്റും മറ്റൊന്ന് നാസ്റ്റിക് മൂവ്മെന്റും ആണ്. നമുക്കറിയാമല്ലോ, അത് അറിയാലോ, പറയുന്നില്ല, അറിയാലോ. ഓക്കെ, അപ്പൊ ഇവിടെ ഓപ്ഷൻസ് നോക്കാം. ഇവിടെ ട്രോപ്പിസം ആണ് ഉദ്ദേശിക്കുന്നത്. ഏത് ട്രോപ്പിസം ആണ്? ഓക്കെ, ഫോട്ടോ ട്രോപ്പിസം തന്നിട്ടുണ്ട്, ജിയോ ട്രോപ്പിസം, കീമോട്രോപ്പിസം, ഹൈഡ്രോട്രോപ്പിസം. ഇവിടെ ആൻസർ ഏതാ? ഫോട്ടോ ട്രോപ്പിസം തന്നെയാണ്. കാരണം ലൈറ്റ് ആണ് ഇവിടുത്തെ സ്റ്റിമുലൈ. അതാണ് നിങ്ങൾ നോക്കേണ്ടത് കേട്ടോ. അതാണ് ഇവിടെ നോക്കേണ്ടത്. എന്താണ് സ്റ്റിമുലൈ എന്ന് നോക്കുക. ഇവിടെ സ്റ്റിമുലൈ എന്ന് പറയുന്നത് ലൈറ്റ് ആണ്. സോ സൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇൻഡയറക്ട്ലി ഇവിടെ ലൈറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദാറ്റ് ഈസ് അവർ സ്റ്റിമുലൈ. അവിടെ സ്റ്റിമുലൈ എന്ന് പറയുന്നത് ലൈറ്റ് ആണ്. അപ്പൊ ലൈറ്റ് സ്റ്റിമുലൈ ആയി വരുമ്പോൾ അത് ഫോട്ടോ ആണ് അല്ലെ. ഫോട്ടോ ട്രോപ്പിസം ആണ്. ഓക്കെ, ദിസ് ഫോട്ടോ ട്രോപ്പിസം. വെരി സിമ്പിൾ. ഓക്കെ, സോ ഓപ്ഷൻ എ. യെസ്, എവരിബഡി ഈസ് ആൻസറിങ്. എല്ലാവരും കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്, ബ്രില്യൻറ്റ്. ഓക്കെ, thank you, and we are moving to the next question. And here is the question. And question എന്താ നോക്കിയേ. The growth of tendril in pea plant. അപ്പോൾ നമുക്കറിയാം ഒരു പയർ ചെടിയുടെ വളരെ സോഫ്റ്റ് ആയിട്ട് ഈ സ്പ്രിങ് പോലെ ഇങ്ങനെ കോയിൽ ചെയ്ത് നിൽക്കുന്ന ഭാഗമാണ് ഈ ടെൻഡ്രിൽ എന്ന് പറയുന്നത്. അറിയാലോ ടെൻഡ്രിൽ. ഓക്കെ, വളരെ സോഫ്റ്റ് ആയിട്ട് കാണപ്പെടുന്ന ഭാഗമാണ് ഈ ടെൻഡ്രിൽസ് എന്ന് പറയുന്ന ഭാഗം. അപ്പൊ ഈ ടെൻഡ്രിൽ എന്താണ്? അത് ടെൻഡ്രിലിന്റെ ഗ്രോത്ത് എന്തുമായി ബന്ധപ്പെട്ടാണ് കാണുന്നത്? അതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഒന്നാമത് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ എഫക്ട് ഓഫ് ലൈറ്റ് ആണോ? ആയിരിക്കോ? അല്ല. ടെൻഡ്രിലിന്റെ ഗ്രോത്ത് ഒരിക്കലും ആ ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത് ലൈറ്റുമായി ബന്ധമില്ല. സാറേ ഒരു ഗാനം ആലപിക്കാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഗാനമെല്ലാം ഞാൻ ലാസ്റ്റ് ആലപിക്കും, പേടിക്കണ്ട. ഓക്കെ, ഇപ്പൊ നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറരുത്. ഇപ്പൊ നമ്മൾ പഠിക്കുക വേണ്ടത്.
ഓക്കെ, പഠിക്കുക വേണ്ടത്. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? പാട്ടൊക്കെ പാടും. അപ്പൊ ഇവിടെ എന്താ നോക്കിയേ, ലൈറ്റ് ഒരിക്കലും വരില്ല. ഗ്രാവിറ്റി വരുമോ? ഗ്രാവിറ്റിക്ക് റോൾ ഉണ്ടോ? ഗ്രാവിറ്റിക്ക് റോൾ ഉണ്ടോ? ഗ്രാവിറ്റിക്കും റോൾ ഇല്ല. ജിയോട്രോപ്പിസവും അല്ല. പിന്നെന്താണ് ഇവിടെ? തിഗമോട്രോപ്പിസത്തിന്റെ കേസാണ് പറയുന്നത്. ടച്ച് ആണ് വരുന്നത്. റാപ്പിഡ് സെൽ ഡിവിഷൻ ഇൻ ടെൻഡ്രിലാർ സെൽസ് ദാറ്റ് ആർ എവേ ഫ്രം ദ സപ്പോർട്ട്. സി, ഈ ടെൻഡ്രിൽസ് നമുക്കറിയാം സപ്പോർട്ട്, നമുക്കറിയാം ക്ലൈംബേഴ്സ്, ഈ പ്ലാന്റ് എന്നൊക്കെ പറയുമ്പോൾ ക്ലൈംബ് ചെയ്യുന്ന കേസ് വരുമ്പോൾ അവിടെ സപ്പോർട്ട് എസെൻഷ്യൽ ആണ്. അപ്പൊ സപ്പോർട്ടിൽ ടച്ച് ചെയ്യണം. അപ്പോൾ തിഗമോട്രോപ്പിസം ആണ് വരേണ്ടത് അല്ലെ? അപ്പൊ അതാണ് അവിടെ എന്ത് ചെയ്യുന്നത്, കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ. റാപ്പിഡ് സെൽ ഡിവിഷൻ ഇൻ ടെൻഡ്രിലാർ സെൽസ് ദാറ്റ് ആർ എവേ ഫ്രം ദ സപ്പോർട്ട്. സപ്പോർട്ടിൽ നിന്ന് എവേ ആണ്, ആ സപ്പോർട്ടിലേക്ക് വരേണ്ടതാണ്. ഓക്കെ, സപ്പോർട്ട് അവിടെ ഉണ്ടാവണം. വിത്ത് സപ്പോർട്ട് അല്ല, എവേന്ന് വരേണ്ടതാണ്. സോ ഏതാണ് ഓപ്ഷൻ വരിക? ഓപ്ഷൻ സി ആണ് അവിടുത്തെ ഓപ്ഷൻ ആയിട്ട് വരേണ്ടത്. ശ്രദ്ധിക്കണം കേട്ടോ, ശ്രദ്ധിക്കണം. ഹെറിഡിറ്റി ഒക്കെ വരും. ഹെറിഡിറ്റി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നെക്സ്റ്റ് ആണ്. അത് നെക്സ്റ്റ് അല്ല, അതിനുശേഷം വരും. റീപ്രൊഡക്ഷൻ കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ഹെറിഡിറ്റിയുടെ ക്വസ്റ്റ്യൻസ് മതി. ഇന്ന് ഡാൻസ് മതി എന്നാ. ഡാൻസറാണ്, ഞാൻ വലിയ ഡാൻസറാണ്. പക്ഷേ നമുക്കിവിടെ സ്ഥല പരിമിതികളുണ്ട് അല്ലെ? TV സ്ക്രീനൊക്കെ ആണെങ്കിൽ നല്ലോണം ഡാൻസ് കളിക്കൂട്ടാ. അടുത്തത് ഗ്രോത്ത് ഓഫ് പോളൻ ട്യൂബ് ടുവാർഡ്സ് ഓവ്യൂള്. ഏതാണ്? നമ്മളെ സ്റ്റിഗ്മയില് പോളൻ ഗ്രെയിൻ ലാൻഡ് ചെയ്യും അല്ലെ? നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. എന്ത്? ഫീമെയിലിന്റെ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ, ഫ്ലവറിന്റെ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ആണിത്. ആൻഡ് ദിസ് ഈസ് അവർ സ്റ്റിഗ്മ, and this is our style, and this is the ovary, and inside we have ovule. Correct അല്ലേ? അപ്പോൾ പോളൻ ഗ്രെയിൻ ഇതിനകത്ത് ലാൻഡ് ചെയ്യും, സ്റ്റിഗ്മയിൽ ലാൻഡ് ചെയ്യും. ദെൻ ഇവിടെ പോളൻ ട്യൂബ് ജനറേറ്റ് ചെയ്യും അല്ലെ? അത് ജെർമിനേറ്റ് ചെയ്യും. ആ പോളൻ ട്യൂബിന്റെ ഗ്രോത്ത് അല്ലെ? ഗ്രോത്തിന് കാരണം എന്താ? ആ ടിപ്പിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന കെമിക്കൽ സബ്സ്റ്റൻസാ. എന്താണ്? കെമിക്കൽ സബ്സ്റ്റൻസ്. അപ്പൊ ഗ്രോത്ത് എന്തോ ബേസ് ചെയ്തിട്ടാ പറയുന്നത്? കെമിക്കൽ സബ്സ്റ്റൻസാ. അപ്പൊ കെമിക്കൽ സബ്സ്റ്റൻസ് എന്ന് പറയുമ്പോൾ കീമോട്രോപ്പിസം. എന്താണ്? കീമോട്രോപ്പിസം. ഓക്കെ, റെഡി അല്ലേ? കീമോട്രോപ്പിസം ആണ് കേട്ടോ, അത് ഓർത്ത് വെക്കാം. ആ കെമിക്കലിന്റെ ഗൈഡൻസ് കൊണ്ടാണ് പോളൻ ട്യൂബ് എന്ത് ചെയ്യുന്നത്? വളർന്ന് ഇതേപോലെ മൈക്രോപൈലർ എൻഡിലൂടെ എന്ത് ചെയ്യും? അത് നമ്മുടെ ഒവ്യൂളിനകത്ത് അല്ലെ എംബ്രിയോ സാക്കിലേക്ക് വന്ന് ഫിമെയിൽ ഗാമീറ്റുമായിട്ട് ഫ്യൂസ് ചെയ്യും. ഫെർട്ടിലൈസേഷൻ നടക്കും. അപ്പൊ ഇവിടെ കീമോട്രോപ്പിസം ആണ് അവിടെ ആൻസർ. ശ്രദ്ധിച്ചോ? ലൈക്ക് ഇടണോടാ, ലൈക്ക് ഇടണം. ഇതൊന്നുമല്ല നമ്മുടെ പവർ. എന്ത് ചെയ്യാ? വന്നിരിക്കുന്ന കുട്ടികള് മാക്സിമം ലൈക്ക് തരാം. മാക്സിമം ലൈക്ക് ഒരാൾക്ക് ഒരു ലൈക്ക് തരാൻ പറ്റൂ. ആ ലൈക്ക് തരാട്ടാ, പിശുക്കൊന്നും കാണിക്കല്ലേ. അപ്പൊ ലൈക്ക് തരാം. അപ്പൊ ലൈക്ക് തരുമ്പോൾ നമ്മൾ എക്സൈറ്റഡ് ആവും, അത്രേ ഉള്ളൂ. അത് മാത്രമല്ല, സാറിന്റെ നല്ലൊരു പാട്ട് സാർ ലാസ്റ്റ് പാടും. ഓക്കെ, ലാസ്റ്റ് പാടും. ഒരു 120 ലൈക്കൊക്കെ ആവട്ടെ. 120 മിനിമം ആണേ. ഒരു 120 ലൈക്കൊക്കെ ആവുമ്പോൾ സാർ അവസാനം എന്ത് ചെയ്യും? പാട്ടൊക്കെ പാടും. ആര് ബേജാറാക്കൊന്നും വേണ്ട. ഓക്കെ, റെഡി. അടുത്ത ചോദ്യം എന്താ? അസേർഷൻ റീസണിങ് ആണ്. ശ്രദ്ധിച്ചോ? അസേർഷൻ റീസണിങ് എന്താ പറയുന്നത്? അസേർഷൻ ആദ്യം എന്താ പറയുന്നത് നോക്കിയേ. പ്ലാന്റ് ഹോർമോൺസ് ആർ ഗ്രോത്ത് റെഗുലേറ്റർ. പ്ലാന്റ് ഹോർമോണ് ഗ്രോത്ത് റെഗുലേറ്റർ ആണ്. ശ്രദ്ധിച്ചോ? ഗ്രോത്ത് റെഗുലേറ്റർ എന്ന് വിളിക്കാറുണ്ട്. ഓക്കെ, റെഡി. ഗ്രോത്ത് റെഗുലേറ്റർ പ്രൊമോട്ട് ഓർ ഇൻഹിബിറ്റ് ദ ഗ്രോത്ത്. ഗ്രോത്ത് റെഗുലേറ്റർ എന്ന് പറയുമ്പോൾ ഗ്രോത്തിനെ പ്രൊമോട്ടും ചെയ്യാം, ഗ്രോത്തിനെ ഇൻഹിബിറ്റും ചെയ്യാം. ശരിയല്ലേ? ശരിയാണ്. അതുകൊണ്ടാണ് ഗ്രോത്ത് റെഗുലേറ്റർ എന്ന് പറയുന്നത്. റെഗുലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? ജസ്റ്റ് കൺട്രോളിംഗ് ആണ്. കൺട്രോളിംഗ് ഇൻ ദ സെൻസ് അത് പ്രൊമോട്ടും ചെയ്യാം, ഇൻഹിബിറ്റും ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഓക്സിജൻ പോലുള്ള സാധനങ്ങളൊക്കെ എന്താ ചെയ്യുന്നത്? പ്രൊമോട്ട് ചെയ്യും. അപ്പൊ അബ്സിസിക് ആസിഡ് എല്ലാം ഇൻഹിബിറ്റ് ചെയ്യുന്ന ആളാണ്. അപ്പൊ ഗ്രോത്ത് പ്രൊമോട്ടറും ഉണ്ട്, ഇൻഹിബിറ്ററും ഉണ്ട്. അപ്പൊ പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റർ എന്ന് പറയുമ്പോൾ പ്രൊമോട്ടറും ഇൻഹിബിറ്ററും ഉണ്ട് പ്ലാന്റ് ഹോർമോൺസിൽ. ഓക്കെ, അപ്പോ ശ്രദ്ധിച്ചോ? നമുക്ക് പറയാം ബോത്ത് അസേർഷൻ റീസൺ ട്രൂ ആണ്, ആൻഡ് റീസൺ ഈസ് കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേർഷൻ. ദാറ്റ് ഈസ് ഓപ്ഷൻ എ ആണ് അല്ലെ? നമുക്ക് പറയാം എ ആണ് അവിടുത്തെ കറക്റ്റ് ആൻസർ. ഓക്കെ, ആർ ഈസ് കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. റെഡി അല്ലേ? സെറ്റ് അല്ലേ? ക്ലിയർ അല്ലേ? ഇത് സെറ്റ് അല്ലേ? സെറ്റ് അല്ലേ? സെറ്റ് അല്ലേ? ഇത് വളരെ എളുപ്പമാണ്. ഓക്കെ, ഇപ്പൊ ഈ ഹോർമോൺസ് കെമിക്കൽ സബ്സ്റ്റൻസ് ആണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. ദീസ് ഹോർമോൺസ് ആർ കെമിക്കൽ സബ്സ്റ്റൻസസ് produced naturally in plants which control growth and other physiological functions at the site far away from the place of secretion. അത് സംഭവിക്കുന്ന ഹോർമോണിന്റെ ആക്ഷൻ അങ്ങനെ തന്നെയാണ് അല്ലെ? ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമായിരിക്കും, അതിന്റെ ആക്ഷൻ ഫാർ അവേ ആയിരിക്കും. ഓക്കെ,
it is required in very trace amount, very small amount. ഹോർമോണിന്റെ അളവ് എപ്പോഴും വളരെ ചെറിയ അളവിലായിരിക്കും ഉണ്ടാവുക. സാറിന്റെ ബിഗ് ഫാനാണ്. ഒരു ഹായ് കൊടുക്കോ? ആര്? അക്കീബ്. ഹായ്. സിഗ്മ ഫീമെയിൽ ഇഗ്നോറിങ്. സിഗ്മ ഫീമെയിൽ ആരും ഇഗ്നോർ ചെയ്യുന്നുണ്ടെന്നെല്ലാം പറയുന്നുണ്ട്. റെഡി. ശ്രദ്ധിച്ചോ. ഇറ്റ് ക്യാൻ ഹാവ് പ്രൊമോട്ടിംഗ് ഓർ ഇൻഹിബിറ്റിംഗ് എഫക്ട് ഓൺ എ പ്രോസസ്. ഹെൻസ് ഇറ്റ് ഈസ് കോൾഡ് growth regulator. That is why plant hormones, phytohormones are called growth regulator, because it is promoting as well as restricting, or we can say it is inhibiting some action. So അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ growth regulator എന്ന് പറയുന്നത്. Yes, we can say growth regulator എന്ന് പറയാം plant hormonesന്. Okay, ready. അടുത്ത question. How does auxin promote phototropism? What is phototropism? Movement of plant parts. It can be either mainly it is shoot ആണ് അല്ലേ? അപ്പോൾ നമ്മുടെ ഷൂട്ട് ഇവിടെ നോക്കാം. ഇത് ഷൂട്ടാണ് വിചാരിക്കാം. ഓക്കെ, this is the shoot. And shoot moves to the area where it get maximum sunlight. Correct? Where it get maximum sunlight, it will bend towards that region. It will grow towards the area where it get maximum sunlight. അങ്ങനെയല്ലേ സംഭവിക്കുന്നത്? യെസ്, ശ്രദ്ധിച്ചിരിക്കണം. അപ്പോൾ ഈ ഒരു ഷൂട്ടിന്റെ ടിപ്പ് ഇറ്റ് വിൽ ഗ്രോ ടുവേർഡ്സ് ദ സൺലൈറ്റ്. മീൻസ് ഇറ്റ് ഈസ് ഫോട്ടോട്രോപ്പിസം. ആൻഡ് ഷൂട്ട് ഈസ് പോസിറ്റീവ്ലി ഫോട്ടോട്രോപ്പിക്. അതറിയാലോ, പോസിറ്റീവ്ലി ഫോട്ടോട്രോപ്പിക് ആണ്. Why? Because it is moving towards the stimuli. അപ്പോൾ ലൈറ്റ് എവിടെയുണ്ടോ അങ്ങോട്ടേക്കാണ് ഗ്രോ ചെയ്യുന്നത്. മീൻസ് ഇറ്റ് ഈസ് പോസിറ്റീവ്ലി ഫോട്ടോട്രോപ്പിക്. എന്താണ്? ശ്രദ്ധിക്കണം കേട്ടോ. നക്ഷത്ര. ഓക്കെ, ഗുഡ്. കൃത്യമായി ശ്രദ്ധിക്കും കേട്ടോ. ശ്രദ്ധിക്കട്ടെ. അല്ല, ബാക്കി എല്ലാവരും സംസാരിക്കല്ലേ. പഠിക്കാൻ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ, സോ ഷൂട്ട് എങ്ങോട്ടാ പോവുക? സൺലൈറ്റിന് അടുത്തേക്ക് പോവുക. സോ ആ ഒരു മൂവ്മെന്റിനൊക്കെ സഹായിക്കുന്നത് ആരാ? ഓക്സിൻ എന്ന ഹോർമോണാണ്. ബെൻഡിങ്ങിനൊക്കെ ഇങ്ങനെ ബെൻഡ് ചെയ്ത് സൺലൈറ്റ് എടുക്കുമ്പോൾ ഇതുകൊണ്ട് ബെൻഡ് ചെയ്ത് പോകും. അപ്പൊ ഇവിടെയുള്ള സെല്ലുകളൊക്കെ അങ്ങനെ ആ രീതിയിൽ ഗ്രോ ചെയ്യണം. അപ്പൊ അതിനൊക്കെ സഹായിക്കുന്ന ഓക്സിനാണ്. ശ്രദ്ധിച്ചോ, ഓക്സിൻ എ പ്ലാന്റ് ഹോർമോൺ സിന്തസൈസ്ഡ് അറ്റ് ഷൂട്ട് ടിപ്പ്. ശ്രദ്ധിച്ചോ, ഓക്സിൻ യഥാർത്ഥത്തിൽ എവിടെ സെക്രീറ്റ് ചെയ്യപ്പെടുന്നു? ഷൂട്ട് ടിപ്പിൽ സെക്രീറ്റ് ചെയ്യുന്നു. ഹെൽപ്പ് ദ സെൽ ടു ഗ്രോ ലോങ്ങർ. സെൽ ഇലോങ്ങേഷൻ എന്ന് പറയും. ആ ഒരു പ്രക്രിയയെ നമ്മൾ വിളിക്കുന്ന പേര്, ദിസ് ഈസ് കോൾഡ് സെൽ ഇലോങ്ങേഷൻ. ഇറ്റ്സ് അനദർ ഫങ്ഷൻ ഓഫ് ഓക്സിൻ. ഓക്കെ, സെൽ ഇലോങ്ങേഷൻ, ഹെൽപ്പ് ഇൻ സെൽ ഇലോങ്ങേഷൻ. സെൽ ഗെറ്റ് ഗ്രോ ലോങ്ങർ. When light is coming from one side of the plant, auxin diffuses towards the shady side of the shoot. അപ്പോൾ ഓക്സിൻ ഷെയ്ഡി സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, ശ്രദ്ധിക്കണം. This concentration of auxin stimulate the cell to grow longer on the side of the shoot which is away from the light. അതായത് മക്കളെ ഇങ്ങോട്ട് നോക്കാം. ഇത് നമ്മുടെ ഷൂട്ടാണ്. അപ്പോൾ ലൈറ്റ് ഈ സൈഡിലാണ്. അപ്പോൾ ഇത് ബെൻഡ് ചെയ്യുന്നത് ഞാൻ കുറച്ചുകൂടി കൃത്യമായിട്ട് വരക്കാം. കുറച്ചുകൂടി ക്ലിയർ ആവും. ഇത് നമ്മുടെ ഷൂട്ട്. ഓക്കെ, സോ ലൈറ്റ് ഈ സൈഡിലാണ്. അപ്പോൾ ഇത് ബെൻഡ് ചെയ്യേണ്ടത് ഇങ്ങോട്ടാണ്. ഇത് ഇങ്ങോട്ട് ബെൻഡ് ചെയ്യണം എന്ന് പറയുമ്പോൾ ഇവിടെയാണ് ഇലോങ്ങേഷൻ സംഭവിക്കുന്നത് അല്ലേ? ശരിയല്ലേ? ഇവിടെ ഇലോങ്ങേഷൻ സംഭവിക്കണം. ഈ ഒരു സൈഡ് നല്ലോണം ഇലോങ്ങേറ്റഡ് ആവുമ്പോൾ അല്ലെ, ഈ ഒരു സൈഡ് ഇലോങ്ങേറ്റഡ് ആവുമ്പോൾ ഇത് ഇങ്ങോട്ട് ബെൻഡ് ആവും. ശരിയല്ലേ? റെഡി ആക്കണേ. അത് ഈ ഒരു സൈഡ് ഈ ഒരു സൈഡ് സെല്ലുകൾ ഇലോങ്ങേറ്റ് ചെയ്യുമ്പോൾ ജനറലി ഇത് എങ്ങോട്ട് ബെൻഡ് ചെയ്യും? ഇത് ഇങ്ങോട്ട് ബെൻഡ് ചെയ്യും. അപ്പോൾ ലൈറ്റ് ഈ സൈഡ് ആണെങ്കിൽ ഓക്സിന്റെ കോൺസെൻട്രേഷൻ ഈ ഒരു സൈഡിൽ കിട്ടും. അപ്പൊ ഇത് ഇവിടെയുള്ള സെല്ലുകൾ ഇലോങ്ങേറ്റ് ആവും. അപ്പൊ ഇതെന്ത് ചെയ്യും? ഇങ്ങോട്ടേക്ക് ബെൻഡ് ചെയ്യും. ഈ ഒരു സൈഡ് ഇലോങ്ങേറ്റ് ചെയ്യുമ്പോൾ അത് ഇങ്ങോട്ടേക്ക് ബെൻഡ് ചെയ്യും. അങ്ങനെ ബെൻഡ് ചെയ്ത് എങ്ങോട്ടേക്ക് വരും? ലൈറ്റ് ഉള്ള ഭാഗത്തേക്ക് ബെൻഡ് ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ, അതാണ് ഓർക്കുക, വിച്ച് ഈസ് അവേ ഫ്രം ദ ലൈറ്റ്. ദസ് ദ പ്ലാന്റ് അപ്പിയേഴ്സ് ടു ബെൻഡ്. അങ്ങനെ പ്ലാന്റ് എന്ത് ചെയ്യും? ബെൻഡ് ചെയ്യും. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ഓക്കെ, റെഡി. ഓക്കെ, ദിസ് ഫിനോമിനൻ ഈസ് കോൾഡ് ഫോട്ടോട്രോപ്പിസം. അതിനെയാണ് ഫോട്ടോട്രോപ്പിസം എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, റെഡി, സെറ്റ് ആക്കണേ. എടാ ഇങ്ങോട്ട് ശ്രദ്ധിക്കടാ. അക്കിബേ ഇങ്ങോട്ട് ശ്രദ്ധിക്കും. നിങ്ങൾ പരസ്പരം ഇങ്ങനെ ചാറ്റ് ബോക്സ് കളിക്കല്ല കേട്ടാ. എന്റെ മെസ്സേജ് കാണാമോ? എല്ലാവരും മെസ്സേജ് കാണാൻ പറ്റുന്നുണ്ട് കേട്ടാ, കുഴപ്പമൊന്നുമില്ല.
പക്ഷെ സ്പീഡിൽ വരുമ്പോൾ കാണാൻ പറ്റില്ല എന്നേ ഉള്ളൂ. ഓക്കെ, റെഡി. വാട്ട് ഈസ് ട്രോപ്പിസം? ഹൗ ഡു ഓക്സിൻ പ്രൊമോട്ട് ഗ്രോത്ത് ഓഫ് ടെൻഡ്രിൽ അറൌണ്ട് സപ്പോർട്ട്? ശ്രദ്ധിക്കാം. ആദ്യം ട്രോപ്പിസം എന്താണെന്ന് പറയാം. ട്രോപ്പിസം എന്ന് പറഞ്ഞാൽ മൂവ്മെന്റ് ഇൻ പ്ലാന്റിലെ മൂവ്മെന്റ് ആണ്. അവിടെ സ്റ്റിമുലൈന് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള മൂവ്മെന്റ് ആണ്. അത് രണ്ടും നാസ്റ്റിക് ആണെങ്കിലും ട്രോപ്പിക് ആണെങ്കിലും സ്റ്റിമുലൈ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഗ്രോത്ത് ഡിപ്പെൻഡന്റ് ആണ്, ഡയറക്ഷണൽ ആണ് എന്നുള്ള പോയിന്റ് ആണ് ആഡ് ചെയ്യേണ്ടത്. മക്കളെ, പരീക്ഷയ്ക്ക് നിങ്ങളോട് ട്രോപ്പിസം എന്താണെന്ന് ചോദിച്ചാൽ ആദ്യം നിങ്ങൾ പറയണം ഡയറക്ഷണൽ ഗ്രോത്ത് ആണ്. അതായത് ഡയറക്ഷൻ ഡിപ്പെൻഡന്റ് ആണ്, ഗ്രോത്ത് ഡിപ്പെൻഡന്റ് ആണ്. ഗ്രോത്ത് ഉണ്ടാവും, ഡയറക്ഷനും ഉണ്ട് എന്നുള്ളത് സ്പെസിഫൈ ചെയ്യണം. ഉദാഹരണം ഫോട്ടോട്രോപ്പിസം. ലൈറ്റ് ഒരു സൈഡ് ഉണ്ട്, ശ്രദ്ധിച്ചേ, ലൈറ്റ് ഇവിടെ ഉണ്ട്. അപ്പൊ ഷൂട്ട് ഇങ്ങോട്ടേക്ക് വളർന്നു പോയി അല്ലെ, വളർന്നു പോയി. അപ്പൊ വളർന്നു പോകുന്നു പറയുമ്പോൾ എങ്ങോട്ടേക്ക്? സ്റ്റിമുലൈ ഉള്ള അടുത്തേക്ക്. അപ്പൊ ഡയറക്ഷണൽ അല്ലേ? ആണ്, ഡയറക്ഷനല്ല. ഒന്നുകിൽ സ്റ്റിമുലൈന്റെ അടുത്തേക്ക് അല്ലെങ്കിൽ സ്റ്റിമുലൈന് എവേ. അപ്പോൾ തീർച്ചയായിട്ടും ഡയറക്ഷനിലാണ് ട്രോപ്പിക് മൂവ്മെന്റ്. അതുപോലെ തന്നെ ആ ഒരു മൂവ്മെന്റിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? ഈ പ്ലാന്റിന്റെ പാർട്ട് വളരുന്നുണ്ട്. സോ ഗ്രോത്തും അവിടെ ഉണ്ട്, ഡയറക്ഷനിലുമാണ്, ഗ്രോത്ത് മൂവ്മെന്റും ആണ്. അതാണ് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. മാത്രമല്ല ഇത് കുറച്ച് സ്ലോ പ്രോസസ് ആയിരിക്കും. നാസ്റ്റി കുറച്ചുകൂടി ഫാസ്റ്റർ ആയിരിക്കും. ട്രോപ്പിക് കുറച്ച് സ്ലോ ആയിട്ടുള്ള പ്രോസസ് ആണെന്ന് ഓർത്തു വെക്കാം. ഓക്കെ, മോഡൽ എക്സാം കഴിഞ്ഞു, ഈസി ആണെന്ന് പറയുന്നുണ്ട് സഹോദയയിൽ. ഓക്കെ, റെഡി. ഓക്കെ, നന്നായിട്ട് എഴുതാം കേട്ടോ. മോഡൽ എക്സാം ഇനി ഉള്ളവർ എല്ലാവരും നന്നായിട്ട് എഴുതാം. എഴുതിയവർക്ക് സൂപ്പർ ആണെന്ന് വിചാരിക്കുന്നു. യെസ്, റെഡി. ശ്രദ്ധിച്ചോ. ഇനി ഓക്സിൻ എങ്ങനെയാണ് ടെൻഡ്രിൽസിന് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. ഓക്കെ, എങ്ങനെയാണ് സപ്പോർട്ട്? നമുക്കറിയാം ടെൻഡ്രിൽ സപ്പോർട്ടിനാണ്. എങ്ങനെയാണ് ഓക്സിൻ പ്രൊമോട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്സിൻ പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ഷൂട്ട് ടിപ്പ് മൂവ് ഡൗൺവേർഡ്സ് ഇൻ ദ പ്ലാന്റ്. ഷൂട്ടിന്റെ ടിപ്പിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ഓക്സിൻ എന്ത് ചെയ്തു? താഴേക്ക് വന്നു. ദിസ് ഓക്സിൻ കോസ് സെൽ ഇലോങ്ങേഷൻ ഇൻ ദ ഗ്രോയിങ് ടിഷ്യൂ. In the tendrils, auxin move away from the point of contact with the supporting object. Supporting object. നമ്മളൊരു സപ്പോർട്ടിംഗ് പാനലാണ് ഒരു ടെൻഡ്രിൽ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ സപ്പോർട്ട് വെക്കുമ്പോൾ ടെൻഡ്രിൽ അതിൽ ക്ലൈംബ് ചെയ്യുക. അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു? ഓക്സിൻ എങ്ങോട്ട് പോയി? ആ ഒബ്ജക്റ്റിന് താഴേക്ക് വന്നു. എന്നിട്ട് അവിടെ ഇലോങ്ങേറ്റ് ചെയ്യും. അവിടെ ഇലോങ്ങേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നോക്കിക്കോളൂ, അവിടെ ഇലോങ്ങേറ്റ് ചെയ്തു. മോർ ഗ്രോത്ത് ഒക്കേഴ്സ് സൈഡ് എവേ ഫ്രം ദ സപ്പോർട്ട്. സപ്പോർട്ടിൽ നിന്ന് എവേ ആയിട്ട് കുറെ ഗ്രോത്ത് വരാൻ തുടങ്ങും. As a result, ഈ unequal growth of two sides, the tendril coil around support. അങ്ങനെ അൺഈക്വൽ ആയിട്ടുള്ള വളർച്ച കാരണം ഇതെന്ത് ചെയ്യും? വട്ടം കറങ്ങി കോയിൽ പോലെ ഫോം ചെയ്ത് സപ്പോർട്ടിൽ പിടിച്ച് വളരാൻ സാധിക്കുന്നു. അപ്പോൾ ഇവിടെ ഒന്നുകൂടി ശ്രദ്ധിക്കുക, എന്താ സംഭവിക്കുന്നത്? ഓക്സിൻ പ്രൊഡ്യൂസ് ഇൻ ദ ഷൂട്ട് ടിപ്പ് മൂവ് ഡൗൺവേർഡ്സ് ദ പ്ലാന്റ്. പ്ലാന്റ് താഴേക്ക് അല്ലെ, ഷൂട്ട് ടിപ്പിലുള്ള ഓക്സിൻ താഴേക്ക് വരാൻ തുടങ്ങുന്നു. ഇവിടെ നമുക്കറിയാം ഈ ഓക്സിൻ ആണ് സെൽ ഇലോങ്ങേഷന് കാരണമാവുന്നതും. അപ്പോൾ ടെൻഡ്രിലിന്റെ കേസിൽ ഓക്സിൻ ആ പോയിന്റ് ഓഫ് കോണ്ടാക്ടിന് താഴേക്ക് വരാൻ തുടങ്ങി. അപ്പൊ അങ്ങനെയാണ് രണ്ട് സൈഡിൽ വന്ന് ഇത് സപ്പോർട്ടിന് സഹായകരമാവുന്നത്. അതൊന്ന് ഓർത്ത് വെക്കണം കേട്ടോ. ഇനി അടുത്തൊരു ചോദ്യം, വാട്ട് ആർ പ്ലാന്റ് ഹോർമോൺസ്? നെയിം ദ പ്ലാന്റ് ഹോർമോൺ റെസ്പോൺസിബിൾ ഫോർ ദ ഫോളോയിങ്. അപ്പൊ പ്ലാന്റ് ഹോർമോൺസ് എന്താണെന്ന് നമുക്കറിയാം. They are plant growth regulator or phytohormone. Basically chemical substance ആണ്. അതാണ് ആദ്യം നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കാര്യം. പ്ലാന്റ് ഹോർമോൺസ് എന്തായിരിക്കും? കെമിക്കൽ സബ്സ്റ്റൻസ് ആണ്. which help plant to coordinate growth and development. പ്ലാന്റിലെ ഗ്രോത്തിനും ഡെവലപ്മെന്റിനും അത് കാരണമാവുന്നുണ്ട് എന്ന് ഓർത്ത് വെക്കുക. ഇനി ഓരോ ഹോർമോണും കുറെ ഫങ്ഷൻസ് തന്നിട്ടുണ്ട് നമുക്ക്. അത് ഏത് ഹോർമോൺ ആണ് ചെയ്യുന്നത്? അപ്പൊ ഗ്രോത്ത് ഓഫ് സ്റ്റെം എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് ഓക്സിനും ജിബർലിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് ഓർത്ത് വെക്കണം കേട്ടോ. അവിടെ രണ്ടാൾക്കാർ സഹായിക്കും, ഓക്സിനും ജിബർലിനും സഹായിക്കും. കാരണം രണ്ടാളാണ് ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്ന ആളാണ്, ഓക്സിൻ ആയാലും ജിബർലിൻ ആയാലും. പ്രൊമോഷൻ ഓഫ് സെൽ ഡിവിഷൻ സൈറ്റോകൈനിൻ ആണ്. ശ്രദ്ധിക്കുക, സൈറ്റോ എന്ന് വെച്ചാൽ സെല്ല്. അപ്പൊ സെല്ലിന്റെ പ്രൊമോഷൻ സെൽ ഡിവിഷനെ പ്രൊമോട്ട് ചെയ്യുന്നത് സൈറ്റോകൈനിൻ ആണെന്ന് ഓർത്ത് വെക്കുക. ഇനി ഇൻഹിബിറ്റ്, തടസ്സപ്പെടുത്തുക, ഗ്രോത്ത് ഇൻഹിബിറ്റ് ചെയ്യുന്നത് ആരാ? ആബ്സിസിക് ആസിഡ്. ആബ്സിസിക് ആസിഡ്, ശ്രദ്ധിച്ചോ, ആബ്സിസിക് ആസിഡ്. അടുത്തത് ഇലോങ്ങേഷൻ ഓഫ് സെൽ. നമുക്കറിയാം ഓക്സിൻ ആണ് മെയിൻ ആയിട്ട് കേട്ടോ. ഓക്സിൻ ജിബർലിനും എഴുതാം കേട്ടോ. ഓക്കെ, മെയിൻ ആയിട്ട് ഓക്സിൻ തന്നെയാണ്. ഇലോങ്ങേഷൻ, സെൽ ഇലോങ്ങേഷൻ സഹായിക്കുന്നത് ഓക്സിൻ ആണ്. സെൽ ഡിവിഷൻ സൈറ്റോകൈനിൻ ആണ്. ശ്രദ്ധിക്കണം കേട്ടോ. റെഡി അല്ലേ? ഈസി ആണ്. റെഡി. 2019 സെറ്റ് 1 ആണ് കേട്ടോ ഇത്. ഓക്കെ, അടുത്തൊരു ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്തൊരു ചോദ്യം, എക്സ്പ്ലെയിൻ. ശ്രദ്ധിക്കണടാ, ഇവിടെ തന്നെ ശ്രദ്ധിക്കണേ. ഓക്കെ, വേറെ ഒന്നും നിങ്ങൾ ഡിസ്കസ് ചെയ്യരുത്. ഇവിടെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, മാക്സിമം ഇവിടെ തന്നെ ശ്രദ്ധിക്കുക കേട്ടോ. ശ്രദ്ധിക്കും. എക്സ്പ്ലെയിൻ ഗിവിംഗ് റീസൺ ബെൻഡിങ് ഓഫ് ഷൂട്ട് ടിപ്പ്
of plant towards light source coming from. നമ്മൾ പറഞ്ഞു ഓൾറെഡി അല്ലേ, പറഞ്ഞതല്ലേ. അതായത് എന്താ സംഭവിച്ചത്, നമ്മൾ ഇത് ഓൾറെഡി പറഞ്ഞതാണ്, ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഷൂട്ട് ടിപ്പ്, ഓക്കെ. ഇവിടെ നമ്മുടെ സൺ ഉണ്ടെന്ന് വിചാരിക്കാം, ഇവിടെ നമ്മുടെ സൺ ഉണ്ട്. അപ്പൊ ലൈറ്റ് ഇവിടുന്ന് വരും. ഇത് നമ്മുടെ ഷെയ്ഡ് റീജിയനാ. സൂര്യപ്രകാശം ഇപ്പുറത്താവും, ഇവിടെ ഷെയ്ഡ് റീജിയൻ അല്ലേ, ആണ്. അപ്പോൾ എന്ത് സംഭവിച്ചു, ഓക്സിൻസ് എങ്ങോട്ടേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തു, ഈ ഷെയ്ഡർ റീജിയൻസിലേക്ക് ഓക്സിൻ ഡിഫ്യൂസ് ചെയ്യും. അപ്പൊ ഓക്സിൻ ഇപ്പൊ ഇപ്പുറത്തെ സൈഡിലാണ്. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഷെയ്ഡ് റീജിയനെ എ എന്നും സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്തെ ബി എന്നും വിളിക്കാം. അപ്പൊ ഇപ്പോൾ ഓക്സിൻ കൂടുതൽ എയിലാണ്. അപ്പൊ അവിടെ ഓക്സിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് അവിടെ എന്ത് സംഭവിക്കും, സെല്ലിന് ഇലോങ്ങേഷൻ സംഭവിക്കും. സെല്ലിങ്ങനെ നീളം കൂടാൻ തുടങ്ങും. ഇവിടുത്തെ സെല്ലൊക്കെ നീളം കൂടാൻ തുടങ്ങുമ്പോൾ പതിയെ ഇത് എങ്ങോട്ട് ബെൻഡ് ചെയ്യാൻ തുടങ്ങും, ഈ ഒരു സാധനം എങ്ങോട്ട് ബെൻഡ് ചെയ്യും, ലൈറ്റ് ഉള്ള ഭാഗത്തേക്ക് ബെൻഡ് ചെയ്യും. ഓക്കെ, അതാണ് സംഭവിക്കുന്നത്. അത്രേ ഉള്ളൂ. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ഒന്നുകൊണ്ട് നോക്കാം. When growing plant shoot tip detects light, a hormone called auxin is synthesized in the shoot tip which is sensitive to light. Auxin diffuse towards shady side. This is very important. Okay, auxin engota shift ചെയ്യുന്നത് shady side ലേക്ക് പോവും. It stimulate the growth of cells on the shady side of the plant which cause bending of the plant to the other side. അപ്പോൾ ഈ ഒരു സൈഡിൽ സെല്ലിങ്ങനെ ഇലോങ്ങേറ്റ് ചെയ്ത് വരികയാണെങ്കിൽ ഇപ്പുറ സൈഡ് ബെൻഡ് ആയിട്ട് ലൈറ്റിലടുത്തേക്ക് പോകും. അപ്പോൾ ലൈറ്റ് ഇവിടെ ഉണ്ട്, ഈ പ്ലാന്റ് ഇതാണെങ്കിൽ, ഷൂട്ട് ഇതാണെങ്കിൽ ലൈറ്റ് ഇവിടെ ഉണ്ട്. അപ്പൊ ഇപ്പുറത്തെ ഷെയ്ഡി റീജിയൻ, അപ്പൊ ഇവിടുത്തെ ഓക്സിജൻ ഒക്കെ അങ്ങോട്ട് പോകും. അപ്പൊ ഓക്സിജൻ ഇവിടെ സെൽ ഡിവിഷൻ നടത്തുമ്പോൾ, സെൽ ഇലോങ്ങേഷൻ നടത്തുമ്പോൾ ഇതിങ്ങനെ ബെൻഡ് ചെയ്ത് ലൈറ്റിലടുത്തേക്ക് പോകും. അതാണ് സംഭവിക്കുന്നത്. This gives appearance that stem of the plant bend in the direction of light. Okay, അത്രേ ഉള്ളൂ കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. പബ്ലിക് എക്സാമിന് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ബെൻഡിങ് ഓഫ് ഷൂട്ട് ടു ഇൻ ദ ഡയറക്ഷൻ ഓഫ് സൺലൈറ്റ് ആൻഡ് റീസൺ. ഓക്സിന്റെ ഇൻഫ്ലുവൻസ് ചോദിക്കും. ഇവിടെ ട്രോപ്പിസവും കലർത്തി ചോദിക്കാം. ഓക്കെ, അങ്ങനെയും ചോദിക്കാം കേട്ടോ. ഓക്കെ, റെഡി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. Define positive geotropism and negative geotropism. Give one example of each. അപ്പോൾ ജിയോട്രോപ്പിസം എന്ന് പറഞ്ഞാൽ എന്താ, മൂവ്മെന്റ് ടുവേർഡ്സ് ഓർ എവേ, അല്ലെങ്കിൽ മൂവ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു ഗ്രാവിറ്റി അല്ലേ. മൂവ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു ഗ്രാവിറ്റി ആണ് ജിയോട്രോപ്പിസം. സോ ഇവിടെ നമുക്കറിയാം, ഇവിടെ ഇപ്പോൾ ഒരു പ്ലാന്റിനെ കൺസിഡർ ചെയ്തു. ആ പ്ലാന്റിന്റെ റൂട്ടാണിത്. ആൻഡ് ദിസ് ഈസ് ഷൂട്ട്. ഷൂട്ട് എപ്പോഴും ഗ്രാവിറ്റിക്ക് എഗെയിൻസ്റ്റ് ആണ് വളരുക അല്ലെ. ഷൂട്ട് ഈസ് ഗ്രോയിങ് എഗെയിൻസ്റ്റ് ഗ്രാവിറ്റി. വാട്ട് അബൌട്ട് റൂട്ട്? റൂട്ട് ഈസ് ഗ്രോയിങ് ടുവേർഡ്സ് ഗ്രാവിറ്റി. കറക്റ്റ്? root is growing towards gravity, shoot is growing away from the gravity. You can see it is moving upward direction. So here stimuli is gravity moving away or against gravity. Away from the gravity means it is negative geotropism. I can write here, shoot is following actually negative geotropism, negatively geotrophic, negative geotropism ആണ്. And what about the root? Root is exhibiting positive geotropism, positively geotrophic. Clear? Root positively geotrophic, shoot negatively geotrophic ആണ്. Shoot is negatively geotrophic, root is positively geotrophic. അത്രേ ഉള്ളൂ. സോ അതിന്റെ എക്സ്പ്ലനേഷൻസ് ഒന്ന് നോക്കാം. The upward growth of shoot and downward growth of root in response to the pull of earth gravity is geotropism, and shoot is negatively geotropic and root is positively geotropic. അത്രേ ഉള്ളൂ. ഇത് വളരെ സിമ്പിൾ ആണ്. Very very simple thing. Okay? Yes. Next, give an example of the following plant which is positively phototropic, negatively phototropic. Plant in the path namakariam, shoot is positively phototropic and negatively geotropic is also shoot, we can say. Okay, ready alle? എന്തുകൊണ്ടാ? Similar manner ഇതേ ഒരു ഫിഗർ ഞാൻ ഇവിടെ കൺസിഡർ ചെയ്യുന്നു വിചാരിക്കാം. I am copying this figure and I am just pasting it here and I am just cropping it also.
Cropping, I want this much portions only. Freehand. Okay, this much region. I'm taking this much region. Okay, I am explaining using this figure. See, ഇവിടെ നമ്മൾ നെഗറ്റീവ് ജിയോട്രോപ്പിസം പോസിറ്റീവ് ജിയോട്രോപ്പിസം പറഞ്ഞ മനസ്സിലായില്ലേ? അവിടെ ഗ്രാവിറ്റി ആണ് സ്റ്റിമുലൈ. ഇൻ ദ സിമിലർ മാനർ, if I am considering light as stimuli, okay, if I am considering light as stimuli, if I am considering light as stimuli, you see what is happening? Shoot is growing to the light, towards the light. Okay, shoot is growing towards light. Light എവിടെ ഉണ്ടോ അങ്ങോട്ടേക്ക് പോവാ അല്ലേ? ലൈറ്റ് എവിടെ ഉണ്ടോ അങ്ങോട്ടേക്ക് വളരും. That is phototropism, and towards stimuli, that is positive phototropic. Okay, ready? അപ്പോൾ നമുക്കറിയാം the shoot is positively phototropic, negatively geotropic. Shoot is positive phototropic, negatively geotropic. Clear? Ready alle? And you see root is growing towards the soil, right? Towards gravity, against light, away from light, right? Away from light. It is growing away from light means it is negatively phototropic. Away from light alle, but negatively phototropic. So we can say shoot എന്ന് പറയുന്നത് പോസിറ്റീവ് ഫോട്ടോട്രോഫിക്കും നെഗറ്റീവ്ലി ജിയോട്രോഫിക്കും ആണ്. റൂട്ട് ഈസ് പോസിറ്റീവ്ലി ജിയോട്രോഫിക് ബട്ട് നെഗറ്റീവ്ലി ഫോട്ടോട്രോഫിക്. സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് പോസിറ്റീവ്ലി ഫോട്ടോട്രോഫിക്, വാട്ട് ഈസ് ദാറ്റ്? ഇറ്റ് ഈസ് ഷൂട്ട്. നെഗറ്റീവ്ലി ജിയോട്രോഫിക്, അതും ഷൂട്ടാ. ക്ലിയർ? ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which is positively hydrotrophic as well as positively geotrophic? ആരാണ്? റൂട്ട്. റൂട്ട് അല്ലേ? റൂട്ട് അല്ലേ? ശരിയല്ലേ? പോസിറ്റീവ്ലി ജിയോട്രോഫിക് ആണ് റൂട്ട് എന്ന് അറിയാം. ആൻഡ് ഓൾസോ hydrotrophic. What is hydrotrophic? Trophic movement accordance to the water, right? Water, availability of water. See, water ഇവിടെയാണെങ്കിൽ root will move to the water. Okay, roots move in the direction where it can get maximum water. So here movement is towards the water. So root is moving towards the water means it is positively hydrotrophic. Clear? Hydrotrophic. So I can say what? I can say root is positively geotropic as well as hydrotropic. Root positively geotropicuമാണ് ഹൈഡ്രോട്രോപ്പിക്കുമാണെന്ന് എനിക്ക് പറയാൻ സാധിക്കും അതുകൊണ്ട് തന്നെ. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? റെഡി അല്ലേ? റെഡി അല്ലേ? സെറ്റ് അല്ലേ? പാട്ടെല്ലാം പാടും. നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടാ. പാട്ടെല്ലാം സെക്കൻഡറിയാ. ആദ്യം പ്രൈമറി എന്താ? നിങ്ങളുടെ പഠനമാ. That is a primary thing. Yes, moving on to the next question. What are plant hormones? Give 4 different types of plant hormones. State their functions briefly. Briefly വെച്ചാൽ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി, വാരി വലിച്ച് എഴുതണ്ട. So വളരെ എളുപ്പത്തിൽ എങ്ങനെ പഠിക്കാം? I told you AKH, auxin, then cytokinin, abscisic acid, gibberellin and ethylene is also there. Ethylene, okay, it's responsible for ripening of fruit. Ripening ന് സഹായിക്കുന്ന ethylene ഉണ്ട്. Okay, ശ്രദ്ധിക്കുക, എന്താണ് പ്ലാന്റ് ഹോർമോൺ എന്ന് ചോദിച്ചു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതായിരുന്നു. കെമിക്കൽ കോമ്പൗണ്ട് റിലീസ്ഡ് ബൈ സ്റ്റിമുലേറ്റഡ് സെൽ ഫോർ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ പ്ലാന്റ്സ് ആർ കോൾഡ് പ്ലാന്റ് ഹോർമോൺ ഓർ ഫൈറ്റോ ഹോർമോൺ or we can call growth regulator. Another name of plant hormone and the plant growth regulator. Regulator means it can either promote or inhibit plant growth. അതുകൊണ്ട് ക്ലിയർ? സെറ്റ് അല്ലേ? റെഡി? റെഡി അല്ലേ? റെഡി അല്ലേടാ? സെറ്റ് അല്ലേ? പവർ അല്ലേടാ? നിങ്ങള് ഉഷാറല്ലേ? ലൈക്ക് ഇടാത്തവരുണ്ടെങ്കിൽ വീണ്ടും കയറണേ. അത് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ. റെഡി? ഇനി പറയില്ല കേട്ടോ. റെഡി? നിങ്ങൾ കണ്ടിട്ട് തരേണ്ടതാണ്. റെഡി? അടുത്ത നോക്കിക്കോളൂ. ഓക്സിന്റെ ഫംഗ്ഷൻ കൺട്രോൾ ഗ്രോത്ത്, സെൽ ഗ്രോത്ത്, സെൽ ഇലോങ്ങേഷൻ ഒക്കെ സഹായിക്കും. ജിബർലിനും ഹെൽപ്പ് ഇൻ ഗ്രോത്ത്, അവിടെയും സെൽ ഗ്രോത്തും ഒക്കെ ഉണ്ട്. സൈറ്റോകൈനിൻ സെൽ ഡിവിഷൻ പ്രൊമോട്ട് ചെയ്യുന്ന ആളാ. ബേസിക്കലി ആ സെൽ ഡിവിഷൻ കൊണ്ട് തന്നെയാണ് ഗ്രോത്ത് ഉണ്ടാകുന്നത്. Then abscisic acid inhibiting growth, wilting of the leaf, ഇലകൾ വാടിപ്പോകുന്നതിനൊക്കെ കാരണമാവും. പിന്നെ എത്തിലീൻ ഉണ്ട്, അത് പഴുക്കുന്നതിനൊക്കെ സഹായിക്കും കേട്ടോ. പഴക്കണം അല്ലെ, ഇലകളും കായ്കളൊക്കെ പഴുക്കണ്ടേ, വേണം, അതിന് സഹായിക്കും.
റെഡി? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. നമ്മൾ പറഞ്ഞതാണ് റൈറ്റ് ദ നെയിംസ് ആൻഡ് വൺ ഫംഗ്ഷൻ ഓഫ് ഈച്ച് ഓഫ് എനി 3 ഗ്രോത്ത് ഹോർമോൺ ഇൻ പ്ലാന്റ്. എഴുതാൻ പറ്റുമല്ലോ? എഴുതാൻ പറ്റില്ല, ഇത് നിർബന്ധമായിട്ട് പഠിച്ചിട്ട് പോകണം. നമ്മളിവിടെ 3 എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഓക്സിൻ synthesized in young tip of root and shoot, promote elongation and division of cell, root formation. Gibberellin, they help in growth of the stem. Cytokinin promote cell division and delay leaf senescence, leaf aging delay. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? In absence of muscle cell, how do plant cell show movement? പ്ലാന്റ്സിൽ മൂവ്മെന്റ് ഇല്ലേ? ഉണ്ട്. എങ്ങനെ മൂവ് ചെയ്യും? അതാണ് നമ്മുടെ 2 ടൈപ്പ് മൂവ്മെന്റ്. പ്ലാന്റിലെ 2 ടൈപ്പ് മൂവ്മെന്റ് ആണ് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഫസ്റ്റ് വൺ ഈസ് ട്രോപ്പിക് മൂവ്മെന്റ്, another one is nastic movement. മക്കളെ, ഇത് 2 തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ പഠിക്കണം. ട്രോപ്പിക് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ഗ്രോത്ത് ഉണ്ട്, ഗ്രോത്ത് മൂവ്മെന്റ് ആണ്. Then another thing is the directionality. So ഇത് ഡയറക്ഷണൽ ആണെന്നും കൂടി എന്റെ പൊന്നു മക്കൾ ഓർത്ത് വെക്കണം. ഡയറക്ഷണൽ ആണ്. ഓക്കെ, അപ്പൊ ഗ്രോത്ത് മൂവ്മെന്റ് ആണ്, ഗ്രോത്ത് ഡിപ്പെൻഡന്റ് ആണ്, ആസ് വെൽ ആസ് ഡയറക്ഷണൽ. വെരി ഇമ്പോർട്ടന്റ്. നെക്സ്റ്റ് വൺ ഈസ് നാസ്റ്റിക് മൂവ്മെന്റ്. നാസ്റ്റിക്കിലേക്ക് വരുമ്പോൾ അവിടെ എന്തില്ല? ഗ്രോത്ത് ഇല്ല, ഡയറക്ഷൻ ഇല്ല. അപ്പൊ നോൺ ഡയറക്ഷണൽ ആണ് നാസ്റ്റിക്, നോൺ ഡയറക്ഷണൽ ആണ്. ഓക്കെ, സ്റ്റിമുലേറ്റ് ഡയറക്ഷനെ ഡിപ്പെൻഡ് ചെയ്യില്ല എന്നർത്ഥം. ശ്രദ്ധിച്ചിരിക്കണം കേട്ടാ, വെരി ഇമ്പോർട്ടന്റ് തിങ്. സോ ട്രോപ്പിക് മൂവ്മെന്റ് ആർ ഗ്രോത്ത് മൂവ്മെന്റ് ഇൻ റെസ്പോൺസ് ടു എൻവിറോൺമെന്റൽ സ്റ്റിമുലൈ. അപ്പൊ സ്റ്റിമുലൈക്കെതിരെ അത് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ്, ദിസ് ടൈപ്പ് ഓഫ് മൂവ്മെന്റ് മേ ഒക്കർ ഇൻ റെസ്പോൺസ് ടു ഗ്രാവിറ്റി. അങ്ങനെ ഗ്രാവിറ്റിക്ക് എതിരെയാണ് അല്ലെങ്കിൽ ഗ്രാവിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് വാട്ട്? ജിയോട്രോപ്പിസം. ഗ്രാവിറ്റി അല്ലെ, ജിയോട്രോപ്പിസം. ലൈറ്റ് ആണെങ്കിൽ എന്ത് പറയും? ഫോട്ടോട്രോപ്പിസം. ലൈറ്റ് ആണെങ്കിൽ ഫോട്ടോട്രോപ്പിസം. ദെൻ വാട്ടർ ആണെങ്കിൽ ഹൈഡ്രോട്രോപ്പിസം ആൻഡ് കെമിക്കൽ ആണെങ്കിൽ കീമോട്രോപ്പിസം. ഓക്കെ, എഴുതില്ലേ? എഴുതില്ലേ? സെറ്റ് ആക്കണം, പരീക്ഷയ്ക്ക് ഇത് സെറ്റ് ആക്കേണ്ട കാര്യമാണ്. ഇനി അടുത്തത് നാസ്റ്റിക്കിലേക്ക് വരുമ്പോൾ ഇൻഡിപെൻഡന്റ് ഓഫ് ഡയറക്ഷൻ ഓഫ് സ്റ്റിമുലൈ മീൻസ് നോൺ ഡയറക്ഷണൽ ആണ്. തൊട്ടാവാടിയുടെ ഇല തൊട്ടു നോക്കുക. When we touch Mimosa pudica. എന്താ Mimosa pudica? തൊട്ടാവാടി. When we touch, when we തൊടൽ the തൊട്ടാവാടി, it will വാടും, it will what? It will wilt, it will എന്താ പറയാ, കൂമ്പും. Okay, what's the reason? What is the movement? Nastic movement. See, so I am touching from this particular point. This is the stimuli. It is bending downwards. Then I am touching from this side. Okay, this side. Direction is changed, right? Again, it is bending in the same direction only. If I am touching from downward direction, again the wilting is in the same direction. So, stimulated direction depend ചെയ്യുന്നുണ്ടോ? Nastic movement ഇല്ല. ഇവിടെ ഗ്രോത്ത് സംഭവിക്കുന്നുണ്ടോ? ഞാൻ തൊട്ടാവാടിയുടെ ഇല തൊടുമ്പോൾ അത് വലുതാവുന്നുണ്ടോ? ചെറുതാവുന്നുണ്ടോ? ചെറുതാവുന്നില്ല. അതിന്റെ മാസ് ഒക്കെ സെയിം ആയിരിക്കില്ലേ? അതിന്റെ കോണ്ടന്റ് ഒക്കെ സെയിം ആയിരിക്കില്ല, മാറ്റർ സെയിം ആയിരിക്കില്ലേ? ചുരുങ്ങുന്നുള്ളൂ ആണ്. അപ്പൊ ഗ്രോത്ത് ഇൻഡിപെൻഡന്റ് ആണ്, ഗ്രോത്ത് ഇല്ല, ഡയറക്ഷണൽ ഇൻഡിപെൻഡന്റ് ആണ്. ശ്രദ്ധിക്കണം. ഇഫ് ഈ തൊട്ടാവാടി അത് തന്നെ നോക്കാം. This type of movement may occur in response to chemical temperature touch. അപ്പൊ കെമിക്കൽ, അപ്പൊ കീമോ എന്താ ഇത് കീമോനാസ്റ്റിക് മൂവ്മെന്റ് ഒക്കെ ഉണ്ട്, അതുപോലെ തന്നെ തിക്മോനാസ്റ്റിക്കും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓക്കെ, ശ്രദ്ധിക്കണം. ഇനി this shows that plant cell can show movement in response to different stimuli. Although they do not have muscle cell, they are not having muscle cells as we are having. We are having muscle cell. That is why we are moving. That is why we are executing locomotion, right? But what about these plants? Plants are not having this muscle cell, and yet they are having these movements with the help of some hormones. So അതൊക്കെയാണ് നമ്മൾ ഈ ഒരു പറഞ്ഞിരിക്കുന്ന ട്രോപ്പിക്കും ആയാലും നാസ്റ്റിക് ആയാലും. ഓക്കെ, പഠിച്ചു വെക്കണം. ഓക്കെ, റെഡി. അടുത്ത കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ ഇൻ ആനിമൽസ് നമുക്ക് നോക്കാനുണ്ട്. യെസ് മിലൻ, എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ് കേട്ടോ. ഓക്കെ, അടുത്തത് ഇൻ ഹ്യൂമൻസ് ലൈഫ് പ്രോസസ് ആർ കൺട്രോൾഡ് ആൻഡ് റെഗുലേറ്റഡ് ബൈ അവർ ബോഡി ആക്ടിവിറ്റി കൺട്രോൾ ചെയ്യുന്നതും കോർഡിനേറ്റ് ചെയ്യുന്നതും
രണ്ട് സിസ്റ്റം, 2 systems. First system is nervous system. Second system is endocrine system. 2 systems in our body are controlling and coordinating our body activity. Very, very important. Basic question, but this question is very important. 2 systems that is responsible for control and coordination in our body. The first one is nervous system and the second is endocrine system. So option D is the correct answer. Okay, option D is the correct answer. Next question. Junction or മുക്ക് between 2 neuron. 2 ന്യൂറോണുകൾക്കിടയിലുള്ള മുക്കിനെ എന്ത് വിളിക്കും? ജംഗ്ഷൻ എന്ത് വിളിക്കും? ഓക്കെ, ജംഗ്ഷൻ between 2 neurons. സെൽ ജംഗ്ഷൻ എന്ന് വിളിക്കോ? ന്യൂറോ മസ്കുലർ ജംഗ്ഷൻ എന്ന് വിളിക്കോ? ഇല്ല. ന്യൂറോ ജോയിന്റ് എന്ന് വിളിക്കോ? ഇല്ല. സിനാപ്സ്. എന്താണ്? ഇറ്റ്സ് കോൾഡ് ആസ് വാട്ട്? സിനാപ്സ്. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, സിനാപ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സിനാപ്സ് ഇത് പറഞ്ഞതാണ്, ഇത് നമ്മൾ എടുത്തതാണ്, ഈ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇലക്ട്രിക്കൽ ഇമ്പൾസ് ട്രാവൽസ് ഇൻ ദ ന്യൂറോൺ ഫ്രം വിച്ച് ടു വിച്ച് ഡയറക്ഷൻ? സോ when we draw the structure of neuron, so I will show you the structure of neuron. Simple drawing. വളരെ സിമ്പിൾ ആയിട്ട് ന്യൂറോണിനെ വരക്കുകയാണ് ഞാൻ. വളരെ സിമ്പിൾ ആയിട്ട് വരക്കാൻ ശ്രമിക്കുകയാണ്. വളരെ സിമ്പിൾ ആയിട്ട് വരക്കാൻ ശ്രമിക്കുന്നുണ്ട്. കാണാൻ പറ്റുന്നില്ലേ? വലിയ വരക്കുന്ന ആളായതുകൊണ്ട് പ്രശ്നമില്ല. സോ ഇത് ബേസിക് ആയിട്ടുള്ള ഒരു സ്കെലിട്ടൺ ആണ് ഇപ്പോൾ വരച്ചിരിക്കുന്നത്. അതിൽ നമുക്കൊരു ന്യൂക്ലിയസ് വരച്ചു കൊടുക്കണം. ഓക്കെ, ന്യൂക്ലിയസ് വരച്ചു കൊടുക്കുന്നുണ്ട്. ദിസ് ഈസ് സൈറ്റോപ്ലാസം ഉണ്ട്. ഇതൊരു സെല്ലാണല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. സൈറ്റോപ്ലാസം കാര്യങ്ങളെല്ലാം ഉണ്ട്. ഒരുപാട് ഫിലമെന്റുകളുണ്ട്. ന്യൂറോണിന്റെ സ്ട്രക്ചർ ജസ്റ്റ് ഇപ്പോൾ തന്നെ ഒന്ന് നോക്കി വെച്ചോളൂ കേട്ടോ. ജസ്റ്റ് നോക്കി വെക്കാം. ഞാൻ പറയുന്നുള്ളൂ, ജസ്റ്റ് നോക്കി വെക്കാം. അപ്പോൾ ഇവിടെ മെയിൻ ആയിട്ടുള്ള ഭാഗം അത് ഈ ഒരു ഭാഗം തന്നെയാണ് അല്ലേ? മെയിൻ ആയിട്ടുള്ള ഒരു ഭാഗം അത് തന്നെയാണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ സെല്ല് ബോഡി എന്ന് വിളിക്കും. സെല്ല് ബോഡി അല്ലെങ്കിൽ സൈറ്റോൺ അങ്ങനെ വിളിക്കാം. സെല്ല് ബോഡി സൈറ്റോൺ എന്ന് വിളിക്കാം. തെറ്റില്ല. ഓക്കെ, ഇതൊന്ന് ഫിലമെന്റുകളുണ്ട്. ഇവിടെ ഒരു ഫിലമെന്റും ഉണ്ട്, ഇവിടെ ഒരു ഫിലമെന്റും ഉണ്ട്, ഇവിടെ ഒരു ഫിലമെന്റും ഉണ്ട്, ഇവിടെ ഫിലമെന്റും ഉണ്ട്. ഓക്കെ, ഇവിടെ വലിയൊരു ഫിലമെന്റ് ഉണ്ട്. സോ ചെറിയ ഫിലമെന്റ്, ചെറിയ ഫിലമെന്റ്, ചെറിയ ഫിലമെന്റ്, ചെറിയ ഫിലമെന്റ്, വലിയ ഫിലമെന്റ്. ചെറിയ ഫിലമെന്റ് ഈസ് കോൾഡ് as, ചെറിയ ഫിലമെന്റ് ഈസ് കോൾഡ് as what? ഡെൻഡ്രോൺ. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല എങ്കിൽ പോലും നിങ്ങൾ അറിഞ്ഞിരിക്കുക, ചെറിയ ഫിലമെന്റ് ഈസ് കോൾഡ് ഡെൻഡ്രോൺ. ആൻഡ് വലിയ ഫിലമെന്റ് അറൈസിങ് ഫ്രം സെൽ ബോഡി എന്നുള്ള വലിയ ഫിലമെന്റിനെ we will call axon. എന്തെല്ലാം കാണുന്നുണ്ട് ഞാൻ ഒന്ന് നോക്കണേ, ചെക്ക് ചെയ്യണം. ഓക്കെ, അത് ഡാറ്റ എടുക്കണം അവരാ. ഓക്കെ, ശ്രദ്ധിക്കേ, നിങ്ങൾ ഇടുന്ന ഓരോ കാര്യങ്ങൾ കൃത്യമായി മോണിറ്റർ ചെയ്യുന്നുണ്ട്. കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ഇവിടെ നോക്കുന്ന ആൾക്കാരിലുണ്ട് കേട്ടാ. ശ്രദ്ധിച്ചിട്ട് ഇടാം കമന്റ് എല്ലാം. വലിയ ഫിലമെന്റ് ആക്സോൺ. ഈ ചെറിയ ഫിലമെന്റിനെ ബ്രാഞ്ച് ഉണ്ട്. ആ ബ്രാഞ്ചിനെ നമ്മൾ വിളിക്കുന്ന പേര്, ഡെൻഡ്രൈറ്റ് എന്ന് വിളിക്കും. ആക്സോണിനും ബ്രാഞ്ച് ഉണ്ട്. ഡെൻഡ്രോണിന്റെ ബ്രാഞ്ചിനെ ഡെൻഡ്രൈറ്റ് എന്ന് വിളിച്ചു. അപ്പൊ ആക്സോണിന്റെ ബ്രാഞ്ചിനെ എന്ത് വിളിക്കാം? ആക്സോണൈറ്റ്. അപ്പൊ ഡെൻഡ്രോണിന്റെ ബ്രാഞ്ചിനെ ഡെൻഡ്രൈറ്റ് എന്ന് വിളിച്ചിട്ടേ അപ്പൊ ആക്സോണിന്റെ എന്ന് വിളിക്കണം, ആക്സോണൈറ്റ് എന്ന് വിളിക്കണം. മനസ്സിലായോ സാറേ? ഈ ആക്സോണൈറ്റിന്റെ അറ്റത്ത് ഉണ്ട മെനി ഉണ്ടാ സാർ. This is one unda, this is another undas, bulged regions.
and this is known as synaptic knob. എന്ന് വിളിക്കും. നിങ്ങൾക്ക് ഇതൊന്നും പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വെറുതെ എന്ത് ചെയ്താൽ മതി, നെർവ് എൻഡിങ് എഴുതിയാൽ മതി. നെർവ് എൻഡിങ് എഴുതിയാൽ മതി, ബുദ്ധിമുട്ടാക്കണ്ട. ശ്രദ്ധിക്ക്. ഇനി ആക്സോണിനെ പൊതിഞ്ഞുകൊണ്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ ഉണ്ട് അവിടെ. സാധനമുണ്ട് അവിടെ. ആക്സോണിനെ പൊതിയുന്ന കുറച്ച് ആവരണമുണ്ട്. ഓക്കെ, വാട്ട് ഈസ് ഇറ്റ്? ഇതെന്താണ്? ദിസ് ഈസ് കോൾഡ് മൈലിൻ ഷീത്ത്. ഇതിനെ വിളിക്കുന്ന പേര് മൈലിൻ ഷീത്ത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇമ്പൾസ്, മെസ്സേജ് ആണ് ഇമ്പൾസ്. നമ്മുടെ ബോഡിയിൽ കടന്നു പോകുന്ന ഇലക്ട്രിക്കൽ മെസ്സേജിനെയാണ് ഇമ്പൾസ് എന്ന് വിളിക്കുക. അപ്പൊ ഇമ്പൾസ് കടന്നു പോകുന്ന വഴി പഠിക്കണം. ആദ്യം ഡെൻഡ്രൈറ്റ്, പിന്നെ ഡെൻഡ്രോൺ, പിന്നെ സെൽ ബോഡി, പിന്നെ ആക്സോൺ, നെർവ് എൻഡിങ്. ആക്സോണായിട്ട് പോയി സിനാപ്റ്റിക് നോബ്, നെർവ് എൻഡിങ്. മനസ്സിലായ? തിരിച്ചു വരൂല, ഒരു ഡയറക്ഷനിൽ പോണം. ഡെൻഡ്രൈറ്റ്, ഡെൻഡ്രോണ്, സെൽ ബോഡി, ആക്സോണൈറ്റ്, സിനാപ്റ്റിക് നോബ്. അല്ലെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന പോലെ സിമ്പിൾ ആയിട്ട് പഠിച്ചാൽ മതി. ഡെൻഡ്രൈറ്റ്, സെൽ ബോഡി, ആക്സോണ്, നെർവ് എൻഡിങ്. മനസ്സിലായ? ആയെങ്കിൽ ശക്തിമാൻ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്ക്, ഇലക്ട്രിക്കൽ ഇമ്പൾസ് ഏർത്ത് എങ്ങോട്ട് പോകും? നമുക്കറിയാം സാറേ, നമ്മൾ പഠിച്ചിട്ടുണ്ട് സാറേ. ആദ്യം ഡെൻഡ്രൈറ്റ്, പിന്നെ ഡെൻഡ്രോണ്, പിന്നെ സെൽ ബോഡി അല്ലെങ്കിൽ സൈറ്റോൺ, പിന്നെ എന്താണ് സാറേ? ആക്സോൺ ആണ്. പിന്നീട് എന്താണ്? ആക്സോണൈറ്റ്. ആൻഡ് കടൈസി ലാസ്റ്റ് എന്താണ്? സിനാപ്റ്റിക് നോബ്. മനസ്സിലായ? അപ്പൊ ഇവിടെ നോക്കുക, ഡെൻഡ്രൈറ്റ് ഇവിടെ ഇല്ല, ഓപ്ഷനിൽ ഡെൻഡ്രൈറ്റ് ഉണ്ട് ഓപ്ഷനിൽ. പിന്നെ നെക്സ്റ്റ് വരുന്നത് സെൽ ബോഡിയാ. ഡെൻഡ്രോൺ കൊടുത്തിട്ടില്ല, എവിടെയും കൊടുത്തിട്ടില്ല. സെൽ ബോഡി, പിന്നീട് ആക്സോൺ, പിന്നീട് ഈ ലാസ്റ്റ് വരുന്ന രണ്ട് സാധനം ഇല്ലേ, അതിന് നമുക്ക് എന്ത് വിളിക്കാം? ആക്സോണൽ എൻഡ് എന്ന് വിളിച്ചാൽ തെറ്റില്ല. കാരണം ആക്സോണിന്റെ അവസാനത്തെ ഭാഗമാണ് കേട്ടാ. ആക്സോണിന്റെ ഇത് ആക്സോൺ അല്ലേ, അതിന്റെ അവസാനത്തെ ഭാഗം നെർവ് എൻഡിങ് അല്ലെങ്കിൽ ആക്സോൺ എൻഡിങ് എന്നും വിളിക്കാം. അപ്പൊ ഇതിന് ആക്സോൺ എൻഡിങ് എന്ന് വിളിക്കാം. അപ്പൊ നോക്കി ഏതാണ് ശരി? ഒന്നാമത് ഡെൻഡ്രൈറ്റ്, രണ്ടാമത് സെൽ ബോഡി, മൂന്നാമത് ആക്സോൺ, നാലാമത് ആക്സോൺ എൻഡ് എന്ന് പറയുമ്പോൾ ഓപ്ഷൻ സി അല്ലേ ശരി? ഓപ്ഷൻ സി ആണ് ശരി മക്കളെ, ഓപ്ഷൻ സി ആണ് ശരി. യെസ്, റെഡി. യു ആർ മൈ ഹോപ്പ്, ആസ്ക് സിഗ്മ ഫീമെയിൽ. ഞാൻ എന്തെല്ലാം കാണേണ്ടത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അധിക സമയം കളയാനൊന്നുമില്ല. അതുകൊണ്ട് ഡയറക്ഷൻസ് തന്നിട്ടുണ്ട് കുറച്ചെണ്ണം. ഇത് നമ്മുടെ അസേഷൻ റീസണാ. നോക്കാം ക്വസ്റ്റ്യൻ എന്താ? അവർ ബോഡി മെയിൻറ്റെയിൻസ് ബ്ലഡ് ഷുഗർ ലെവൽ. നമ്മുടെ ബോഡി ബ്ലഡ് ഷുഗർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നാ പറയുന്നത്. ഉണ്ടല്ലേ? ഉണ്ട്. റീസൺ, പാൻക്രിയാസ് സെക്രീറ്റ് ഇൻസുലിൻ വിച്ച് ഹെൽപ്പ് ടു റെഗുലേറ്റ് ബ്ലഡ് ഷുഗർ ലെവൽ ഇൻ ദ ബോഡി. ശരിയല്ലേ? അവിടെ നമുക്ക് പറയാം അസേർഷൻ ട്രൂ ആണ്, റീസൺ ട്രൂ ആണ്, ആൻഡ് റീസൺ ഈസ് കറക്റ്റ് എക്സ്പ്ലനേഷൻ ഫോർ ദി അസേർഷൻ. ഇതാണ് കറക്റ്റ് ആൻസർ. എ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ അവിടെ മക്കള് ശ്രദ്ധിക്കണം. എന്ത് ശ്രദ്ധിക്കണം? ബ്ലഡ് ഗ്ലൂക്കോസിന്റെ കാര്യമാണ് പറയുന്നത് അല്ലെ. അപ്പൊ നമ്മുടെ ബ്ലഡിൽ ഈ ഗ്ലൂക്കോസിന്റെ നോർമൽ അളവ് എന്ന് പറയുന്നത് 70 മുതൽ 110 മില്ലിഗ്രാം പെർ 100 ml ആണ് നോർമൽ. ഓക്കെ, 100 ml ബ്ലഡില് 70 to 110 മില്ലിഗ്രാംസ് ആണ് വേണ്ടത്. വേറെ ഈ സിനാപ്റ്റിക് ക്ലഫ്റ്റ് ലഭിച്ചിരിക്കുന്നത്, സിനാപ്റ്റിക് ക്ലഫ്റ്റ് എന്ന വിടവാണ്. രണ്ട് ന്യൂറോണിന്റെ, ഒരു ന്യൂറോണിന്റെ ഈ പറഞ്ഞിരിക്കുന്ന സിനാപ്റ്റിക് നോബും അടുത്ത ന്യൂറോണിന്റെ ഡെൻഡ്രൈറ്റിന്റെ ഇടയിലുള്ള ഗ്യാപ്പാണ് ക്ലഫ്റ്റ്, വിടവ്, സിനാപ്റ്റിക് ക്ലഫ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചോ, ഇതാണ് നോർമൽ ആയിട്ടുള്ള അളവ്. സോ ഇതിൽ നിന്ന്
സംടൈംസ് ഷുഗർ ലെവൽ കൂടാം, ബ്ലഡിൽ കൂടാം. ഓക്കെ, ബ്ലഡിൽ കൂടുമ്പോൾ പാൻക്രിയാസിൽ കൃത്യമായിട്ട് പറഞ്ഞാൽ പാൻക്രിയാസിലെ ബീറ്റാ സെൽസ് സെക്രീറ്റ് ഇൻസുലിൻ. And this hormone help in decreasing the glucose level in the blood. Whenever glucose level exceed the normal value, beta cells of islets of Langerhans in the pancreas, listen to my words carefully. Stop chatting for some time. Listen my words carefully. Whenever blood glucose level exceed the normal value, this is the normal value. Whenever blood glucose level exceeds the normal value, islets of Langerhans'le beta cells will get stimulated. Okay, pancreas'le islets of Langerhans'le beta cells will get stimulated and beta cells will produce insulin and it help in decreasing glucose level in the blood. മനസ്സിലായോ? And sometimes ഈ normal value will നിന്ന് blood glucose level will decrease. That also will happen. At that time, alpha cells of islets of Langerhans of pancreas will produce another hormone called as glucagon, and this hormone help in increasing glucose level in the blood. So വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ insulin is the hormone secreted by beta cells of pancreas or beta cells of islets of Langerhans of pancreas, which help in decreasing glucose level or sugar level in blood. Ready? And glucagon is another hormone produced by pancreas. Alpha cells are responsible for production of this hormone, and this hormone help in increasing glucose level in blood. Clear alle? Okay, sometimes what happen, beta cell get destroyed. Okay, beta cell inu തകരാറ് സംഭവിക്കും, or beta cell produce insulin and that insulin is ineffective. At that time there is nobody to reduce the blood glucose level in our body. At that time glucose level will increase in the blood and this condition is called diabetes. ഇതിനെയാണ് ഡയബറ്റിസ് എന്ന് പറയുന്നത്. Okay, ready? Okay, അടുത്ത question, name two component of peripheral nervous system, PNS. Our central nervous system, we have got brain and spinal cord, the main part of the nervous system. Peripheral nervous system comprises of nerve, that too nerve arising from the brain, that is cranial nerve, and very sorry, next thing is spinal nerve, right? 31 pair spinal and 12 pair എന്താണ് cranial nerve നമുക്കുണ്ട്. So very easy. Next question, mention the part of the brain which control involuntary actions like blood pressure, salivation. Involuntary actions control ചെയ്യുന്നത് hind brain ആണ്. അപ്പൊ hind brainല് medulla oblongata in the hind brain is responsible for controlling involuntary actions in your body, and any small injury to medulla oblongata can lead to sudden death. Okay, see, sometimes question can be asked in that manner also. Okay, what will be the question? This will be the question. A small injury to medulla oblongata can lead to sudden death. Why? Then you need to mention about medulla oblongata at first. Medulla oblongata is a part of hind brain that controls all
your involuntary or involuntary actions in our body like heartbeat, breathing, etc. So any slight damage to medulla oblongata result in failure of this control, which result in sudden death. So you need to explain this point. Brain varakanannu angane chodikilla, but I also rough ആയിട്ട് idea ഉണ്ടായിരിക്കണം. Forebrain, then midbrain and hindbrain. ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. Medulla missa. Next, name the hormone in human which regulates carbohydrate, fat, protein metabolism. Metabolism control ചെയ്യുന്ന ഒരാളാണ് തൈറോക്സിൻ. മെറ്റബോളിസം എന്ന് കേൾക്കുമ്പോൾ തന്നെ തൈറോക്സിൻ produced by thyroid gland. Okay, thyroid gland is like butterfly lobe shaped gland situated in your neck region. Okay, that is thyroid gland which produce thyroxine. Okay, produced by thyroid gland. Clear? Yes. Define neuron. Name the part of neuron. Information is acquired. Impulse must be converted to electrical chemical signal. See, listen here. Define neuron. Neuron is a cell. Okay. Neuron എന്താ? Cell ആണ്. Neuron cell ആണ്. 105 ലൈക്ക് ആയിട്ടുള്ള 120 ഉണ്ടെങ്കിൽ ഞാൻ പാടുള്ളൂ. ഞാൻ പറഞ്ഞു കേട്ടാ. 120 ലൈക്ക് ഉണ്ടെങ്കിൽ പാടുള്ളൂ. 120 വേണം. പാട്ട് മറക്കല്ല. 120 ഉണ്ടെങ്കിൽ ഞാൻ പാടും. ഓക്കെ, മക്കളെ ശ്രദ്ധിച്ചോ. ഇങ്ങോട്ട് പോകാം. അപ്പൊ ന്യൂറോൺ ഇസ് എ സെൽ, നെർവസ് സെൽ എന്നും പറയാം, വിച്ച് ഇസ് എ ഫങ്ഷണൽ ആൻഡ് സ്ട്രക്ചറൽ യൂണിറ്റ് ഓഫ് നെർവസ് സിസ്റ്റം. നെർവസ് സിസ്റ്റത്തിന്റെ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ്, അല്ലെങ്കിൽ പറയാം യൂണിറ്റ് വിച്ച് മേക്കപ്പ് ദ നെർവസ് സിസ്റ്റം. നെർവസ് സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്ന യൂണിറ്റ് നെർവ അല്ലെങ്കിൽ നെർവസ് സെൽ അല്ലെങ്കിൽ ന്യൂറോണാണ്. ചോദിക്കുന്ന ചോദ്യത്തിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം എന്താ? ഇൻഫോർമേഷൻ അക്വയർ ചെയ്യുന്നത് ഡെൻഡ്രൈറ്റ് ആണ്. അതായത് എവിടെയാണ് ഇൻഫർമേഷൻ വരുന്നത്? നമ്മൾ സ്ട്രക്ചർ വരച്ചില്ലേ? അപ്പൊ ഇൻഫർമേഷൻ ആദ്യം എത്തുന്നത് എവിടെയാണ്? ഡെൻഡ്രൈറ്റ്. അക്വയർ ചെയ്യുന്ന റീജിയൻ ഇറ്റ് ഈസ് അവർ ഡെൻഡ്രൈറ്റ്. ഇപ്പൊ ഡെൻഡ്രൈറ്റ് ആണ്. ഓക്കെ, റെഡി? ഡെൻഡ്രൈറ്റ്. അടുത്തത് എന്താ ചോദിക്കുന്നത്? ഡെൻഡ്രൈറ്റ് എന്താ പറയുന്നത്? അടുത്ത ക്വസ്റ്റ്യൻ. ഇമ്പൾസ് മസ്റ്റ് ബി കൺവേർട്ടഡ് ടു ഇലക്ട്രിക് കെമിക്കൽസ് ഫോർ ഓൺവേർഡ്. അതായത് നമ്മുടെ ഫസ്റ്റ് വരുന്ന ഇമ്പൾസ് ഇലക്ട്രിക്കൽ ഇമ്പൾസാ. അത് കെമിക്കൽ ഇമ്പൾസ് ആയി മാറുന്നത് എവിടേക്കാണ്? അത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഇവിടുന്ന് ഇലക്ട്രിക്കൽ ഇമ്പൾസ് വന്നു സെൽ ബോഡി, ഡെൻഡ്രോണിൽ നിന്നും സെൽ ബോഡി, ആക്സോണ്, നെർവ് എൻഡിങ്ങില് സിനാപ്റ്റിക് നോബിൽ വെച്ച് സംഭവിക്കുന്ന കാര്യമാണ്. സിനാപ്റ്റിക് നോബില് കെമിക്കൽ സബ്സ്റ്റൻസ് സെക്രീറ്റ് ചെയ്യും, ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ന്യൂറോ ട്രാൻസ്മിറ്റർ. അവിടെ ശരിക്കും പറഞ്ഞാൽ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന കെമിക്കൽ ഉണ്ടാവുന്നുണ്ട്. ആ ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് പിന്നീട് അടുത്ത ന്യൂറോണിന്റെ ഡെൻഡ്രൈറ്റിലേക്ക് വന്ന് വീഴുന്നത്. സോ ഇലക്ട്രിക്കൽ ഇമ്പൾസ് കെമിക്കലായി മാറുന്നുണ്ട്, പിന്നീട് വീണ്ടും ഇലക്ട്രിക്കലായി മാറും. ഓക്കെ, 107 പോരാ, 120 120 വേണം. അടുത്തത് സ്ക്വരിയൽ, ഒരു അണ്ണാക്കോട്ടൻ. ഓക്കെ, സ്ക്വരിയൽ എന്ന് വെച്ചാൽ അണ്ണാക്കോട്ടൻ. നാട്ടിൽ എന്താ പറയാ? അണ്ണാക്കോട്ടൻ എന്ന് പറയല്ലേ, അണ്ണാനി. ഇറ്റ്സ് എ സ്കേറി സിറ്റുവേഷൻ, പേടിച്ച് നിൽക്കുന്ന അവസ്ഥയിൽ. ഇറ്റ്സ് ബോഡി ഹാസ് ടു പ്രിപ്പയർ ഫോർ ഐദർ ഫൈറ്റിംഗ് ഓർ റണ്ണിങ് അവേ, ഫൈറ്റ് ഓർ ഫ്ലീ. അപ്പൊ തന്നെ ഹോർമോൺ കിട്ടി നമുക്ക്. State the immediate changes that take place in its body so that squirrel അണ്ണാക്കോട്ടൻ is able to either fight or run. അപ്പൊ അണ്ണാക്കോട്ടന് പേടി വന്നു നല്ലോണം. എന്തെങ്കിലും ഒരു പൂച്ചയോ പിന്നെ എന്തെങ്കിലും ഒരു ഉപദ്രവിക്കുന്ന എന്തെങ്കിലും പ്രിഡേറ്റർ വന്നു എന്ന് വിചാരിക്കാം. അപ്പൊ അണ്ണാക്കോട്ടൻ ഈസ് വെരി വെരി സ്കേറി. അണ്ണാക്കോട്ടൻ നല്ലോണം പേടിച്ചിട്ടുണ്ട്. അപ്പൊ അണ്ണാക്കോട്ടൻ എന്ത് ചെയ്യണം? ഒന്നുകിൽ ഫൈറ്റ് ചെയ്യണം, സിറ്റുവേഷനോട് ഫൈറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അണ്ണാക്കോട്ടൻ നീട്ടു കണ്ടം വഴി ഓടണം. അണ്ണാക്കോട്ടൻ കണ്ടം വഴി ഓടണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ നേരിടണം. അപ്പൊ രണ്ട് കാര്യങ്ങൾ മുന്നിലുണ്ട്. ഒന്നുക്ക് എന്ത് ചെയ്യണം? ഫൈറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? കണ്ടം വഴി ഓടണം. അപ്പൊ രണ്ട് ചെയ്യണമെങ്കിൽ എനർജി വേണം. എനർജി വേണ്ടേ? വേണം. അപ്പൊ ബോഡിയിൽ അതിൻ്റെ അനുസരിച്ചിട്ട് മാറ്റങ്ങൾ ഉണ്ടാവണം. എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും നമുക്കറിയാം. അണ്ണാക്കോട്ടൻ ബോഡി പ്രൊഡ്യൂസ് വാട്ട്? അഡ്രീനാലിൻ. അണ്ണാക്കോട്ടന്റെ ബോഡിയിൽ അഡ്രീനൽ എന്ന് പറയുന്ന ഒരു ഗ്ലാൻഡ് ഉണ്ട് കിഡ്നിയുടെ മോളിൽ. Adrenal gland produce adrenaline hormone which is secreted in the body as squirrel is in the scary situation. പേടിച്ച് നിൽക്കുന്ന സാഹചര്യത്തിൽ എമർജൻസി ഹോർമോണായ അഡ്രീനാലിൻ പ്രൊഡ്യൂസ് ചെയ്യും. This will result in speeding up of heartbeat, rise in blood pressure, release of more glucose in the blood. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടക്കും.
കണ്ടം പോയി ഓടും അല്ലേ? റെഡി. ഓക്കെ, അടുത്ത് why is chemical communication better than electrical impulse as a means of communication between the cells in multicellular organism? സോ ന്യൂറൽ ഇമ്പൾസിനെക്കാളും അല്ലെങ്കിൽ നമ്മൾ ഇലക്ട്രിക്കൽ ഇമ്പൾസിനെക്കാളും കെമിക്കൽ കമ്മ്യൂണിക്കേഷൻ ബെറ്റർ ആണെന്ന് പറയുന്നതിന്റെ കാരണം എന്താണ്? ഇതൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഇതൊരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, നോക്കണം. Chemical communication is better than electrical communication or electrical impulse because chemical communication is mediated through hormones. നമുക്കറിയില്ല, ഹോർമോൺസ് ആണ് കെമിക്കൽസ്, ഓക്കെ, which can diffuse to different regions of the body. നമുക്കറിയാം ബ്ലഡിലൂടെ ഈ ഹോർമോൺ ഇങ്ങനെ പോകും, എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും എത്തും, പക്ഷെ ആക്ഷൻ ടാർഗറ്റ് സെല്ലിൽ മാത്രമാണ്. thereby allowing cell to communicate even without interacting with each other. അവിടെ സെല്ലുകൾ പരസ്പരം ഇന്ററാക്ട് ചെയ്യാതെ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, കാരണം ഇത് കെമിക്കൽ ഡിഫ്യൂസ് ചെയ്യും. മറ്റത് കൃത്യമായ ഒരു ചാനലിലൂടെ ഇലക്ട്രിക്കൽ ഇമ്പൾസ് പോയിക്കൊണ്ടിരിക്കുക ന്യൂറോണിനകത്തൂടെ. പക്ഷേ ഹോർമോണിന്റെ ആക്ഷൻ അങ്ങനെയല്ല, ഹോർമോൺ എന്ത് ചെയ്യുന്നു? ഡിഫ്യൂസ് ചെയ്യപ്പെടുന്നു, അപ്പോൾ ടാർഗറ്റ് സെല്ലിൽ ആക്ട് ചെയ്യും, അങ്ങനെ കമ്മ്യൂണിക്കേഷൻ എന്ത് ചെയ്യും? നടക്കുന്നു. സാർ ജിമ്മിൽ പോകാറുണ്ടോ? കണ്ടിട്ട് തോന്നുന്നുണ്ടാ ജിമ്മിൽ പോകുന്നുണ്ടോ എന്ന് റൂക്കി ചോദിക്കുന്നുണ്ട്. സാർ 10th കഴിഞ്ഞ് നമ്മൾ എങ്ങനെ കാണും? അതെല്ലാം കാണും. +1 ഞാൻ വരുന്നുണ്ട്, പേടിക്കണ്ട. സിഗ്മ ഫി ലൈക്ക് ആയില്ലേന്ന്? ലൈക്ക് 120 ഞാൻ പാടും ട്ടാ, പേടിക്കൊന്നും വേണ്ട, ബേജാറാക്കണ്ട. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ, നെയിം ദ പാർട്ട് A to E. എ എന്താ നോക്കാം. എ സ്റ്റിമുലൈനെ റിസീവ് ചെയ്യുന്ന ഭാഗം, ചൂടുള്ള ഒരു വസ്തു ടച്ച് ചെയ്യുമ്പോൾ ചൂടിനെ റിസീവ് ചെയ്യുന്ന ഭാഗം, ദാറ്റ് ഈസ് റിസപ്റ്റർ. എ എന്ന് പറയുന്നത് റിസപ്റ്റർ, ഇവിടെ കൊടുത്തിട്ടുണ്ട്. എ ഈസ് റിസപ്റ്റർ. റിസപ്റ്റർ സ്റ്റിമുലൈനെ റിസീവ് ചെയ്യുമ്പോൾ ഇമ്പൾസ് ഇസ് ജനറേറ്റഡ്. ഇമ്പൾസ് ജനറേറ്റ് ചെയ്ത ഇമ്പൾസ് സ്പൈനൽ കോർഡിലേക്ക് കടന്നു പോകുന്നത് ത്രൂ സെൻസറി ന്യൂറോൺ. പിന്നീട് അത് സ്പൈനൽ കോർഡിൽ എത്തി, സി സ്പൈനൽ കോർഡ്. പിന്നീട് ഡി എന്താ? ഡി ഇന്റർ ന്യൂറോൺ അല്ലെങ്കിൽ റിലേ ന്യൂറോണാ, അതായത് സെൻസറിനെയും മോട്ടോറിനെയും കണക്ട് ചെയ്യുന്ന ന്യൂറോണാണ് ഡി എന്ന് പറയുന്ന സാധനം. ഇ എന്ന് പറയുന്നത് മസിലാണ് അല്ലെങ്കിൽ ഇഫക്റ്റർ ആണ്. ക്ലിയർ ആണ്? അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഓക്കെ, കഴിഞ്ഞില്ല, അത്രയല്ലേ ഉള്ളൂ. ഇത് ഏതാണ്? വാട്ട് ഈസ് ദ ടേം given to sequence of events? ഇതെന്താണ്? ഈ ഇവന്റിനെ നമ്മൾ വിളിക്കുന്ന പേര് റിഫ്ലക്സ് ആക്ഷൻ ആണ്. റിഫ്ലക്സ് ആക്ഷന്റെ പാത്വേ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇമ്പൾസിന്റെ പാത്വേ ആണ് കൊടുത്തിരിക്കുന്നത് അല്ലെ. റിസപ്റ്റർ എന്ന സെൻസറി ന്യൂറോൺ, ദെൻ റിലേ, ദെൻ മോട്ടോർ, ദെൻ ഇഫക്റ്റർ. അതിനെ നമ്മൾ റിഫ്ലക്സ് ആർക്ക് എന്ന് പറയും. റിഫ്ലക്സ് ആർക്ക്. അപ്പോൾ മനസ്സിലാക്കുക, റിഫ്ലക്സ് ആർക്ക് എന്ന് പറഞ്ഞ വഴിയാണ്, പാത്വേ ആണ്. ഓക്കെ, പാത്വേ. ഓക്കെ, റെഡി. അപ്പൊ ഇത് ഓർത്ത് വെക്കാം കേട്ടോ, റിഫ്ലക്സ് ആർക്കാണെന്ന് കാര്യം നിങ്ങൾ മറന്നു പോകരുത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫീഡ്ബാക്ക് മെക്കാനിസം ഓഫ് ഹോർമോണൽ റെഗുലേഷൻ, ഹോർമോണിക് റെഗുലേഷൻ. എല്ലാത്തിനും ഒരു ഫീഡ്ബാക്ക് വളരെ അത്യാവശ്യമാണ് അല്ലെ. എന്തിനാ ഫീഡ്ബാക്ക്? എന്തിനാ? ഒരു ആക്ഷൻ നടക്കുന്നു, ആ ആക്ഷൻ കൊണ്ട് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്ന് കൃത്യമായി അറിയണമെങ്കിൽ ഒരു ഫീഡ്ബാക്ക് വേണം, വേണ്ടേ? സാറ് ക്ലാസ് എടുക്കുന്നു, അപ്പൊ സാറിന് ഫീഡ്ബാക്ക് വേണ്ടത് അത്യാവശ്യമാണ്, കാരണം നിങ്ങൾ ഫീഡ്ബാക്ക് തരണം. അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് ഫീഡ്ബാക്ക് കമന്റ് സെക്ഷനിൽ എഴുതുക എന്നുള്ളത്. അപ്പൊ ഫീഡ്ബാക്ക് കാണുമ്പോൾ എനിക്ക് അതിനനുസരിച്ച് മോട്ടിവേറ്റഡ് ആവാൻ പറ്റും അല്ലേ. അതെന്തായാലും നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം. പാട്ട് ഞാൻ പാടും, ഫ്യൂ മിനിറ്റ്സിൽ സാറ് പാടും. ഓക്കെ, പേടിക്കണ്ട. അതോ ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെയും ഫീഡ്ബാക്ക് മെക്കാനിസം ഉണ്ട്. അതായത് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യണോ, ഇനി പ്രൊഡ്യൂസ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യണോ, ഏതൊക്കെ സിറ്റുവേഷനാണ് സ്റ്റോപ്പ് ചെയ്യേണ്ടത്, ഇനി വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യപ്പെടണോ. അപ്പൊ അങ്ങനെ കൃത്യമായ ഒരു ഫീഡ്ബാക്ക് മെക്കാനിസം ഉള്ളത് കൊണ്ടാണ് കൃത്യസമയത്ത്, ഫോർ എക്സാമ്പിൾ ബ്ലഡ് ഷുഗർ ലെവൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ബീറ്റാ സെൽ സ്റ്റിമുലേറ്റർ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്തു, ഗ്ലൂക്കോസ് ലെവൽ കുറച്ചു കൊണ്ടുവന്നു, വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യണം ഇൻസുലിൻ, വേണ്ട, സീസ് ചെയ്യണം, സ്റ്റോപ്പ് ചെയ്യണം. അപ്പൊ അത് ഫീഡ്ബാക്ക് മെക്കാനിസം ഉള്ളത് കൊണ്ടല്ലേ ആണ്. അപ്പൊ നമുക്ക് ടേക്ക് ദ എക്സാമ്പിൾ ഓഫ് ഇൻസുലിൻ ടു എക്സ്പ്ലെയിൻ ഫിനോമിനൻ പറയുന്നുണ്ട്. നോക്കിക്കോളൂ, 2019 ക്വസ്റ്റ്യൻ ആണ്. ഫീഡ്ബാക്ക് മെക്കാനിസം ബൈ വിച്ച് എമൗണ്ട് ഓഫ് എനി കെമിക്കൽ ഇൻക്രീസ് ഓർ ഡിക്രീസ് റിസൾട്ടിംഗ് ഇൻ സെക്രീഷൻ ഓഫ് റിലേറ്റഡ് ഹോർമോൺ. വളരെ സിമ്പിൾ ആയിട്ട് എക്സാമ്പിൾ പറയുന്നത് നോക്കിക്കോളൂ. വെൻ ഷുഗർ ലെവൽ rises, ഇൻസുലിൻ സെക്രീഷൻ ഇൻക്രീസസ്. വെൻ ഷുഗർ ലെവൽ ഫാൾസ്, ഇൻസുലിൻ ലെവൽ റെഡ്യൂസസ്. അതത്രേ ഉള്ളൂ. ഇൻസുലിൻ ബ്ലഡ് ഷുഗർ കുറക്കേണ്ട സാധനം. ബ്ലഡ് ഷുഗർ കൂടുമ്പോൾ മാത്രമേ ആക്ട് ചെയ്യാൻ മതി. ബ്ലഡ് ഷുഗർ കുറയുമ്പോൾ അത് ആക്ട് ചെയ്യണ്ടല്ലോ, വേണ്ട. ജൂപ്പിറ്റർ മഴ എനിക്ക് അങ്ങനെ അറിയില്ലടാ. മോളിക്യൂൾ ഓഫ് അമോണിയ NH3 തന്നെയാണ് അമോണിയ. ഇവിടെ പറയാൻ കാരണം എന്താ? നിങ്ങൾ പരസ്പരം കെമിസ്ട്രി പഠിക്കുന്നുണ്ട് ഇവിടെ. അടുത്ത് നോക്കിക്കോളൂ.
ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു അല്ലേ? നോക്കാം ലാസ്റ്റ് അല്ല. An old man is advised by his doctor to take less sugar in diet. അപ്പൊ തന്നെ അറിയാം ഏത് രോഗമാണ്? ഡയബറ്റിസ് ആണ്. ഡയബറ്റിസ് മെലിറ്റസ് അങ്ങനെ പറയണം കേട്ടോ, ഡയബറ്റിസ് മെലിറ്റസ്. കാരണം ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന് പറഞ്ഞ വേറെ അവസ്ഥയുണ്ട്. ഇത് ഡയബറ്റിസ് മെലിറ്റസ് ആണ്. Mention the hormone due to imbalance of which is suffering from the disease insulin. അറിയാലോ. Which endocrine gland secretes this hormone? Pancreas. അതും അറിയാം. ഇത് സെറ്റ് അല്ലേ? ഇത് ഈസി അല്ലേ? ആണ്. Name the endocrine gland which secrete growth hormone. That is pituitary gland. Anterior lobe of pituitary. കൃത്യമായി പറഞ്ഞാൽ anterior lobe of pituitary is secreting growth hormone. Okay? Growth hormone മറ്റൊരു പേര് somatotropic hormone or somatotropin. Okay? Next question. Deficiency of growth hormone. That is dwarfism. Deficiency കുറഞ്ഞു പോയാൽ അത് dwarfism എന്ന ഒരവസ്ഥയ്ക്ക് കാരണമാവും. Dwarfism. Excess secretion of growth hormone, gigantism. ജൈജാൻറ്റിസം. അത്രേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ആൻസർ കേട്ടോ. ഞാൻ ഇവിടെ റൗണ്ട് ചെയ്യുന്ന സാധനം തന്നെയാണ് ആൻസർ. കൃത്യമായിട്ട് നോക്കുക കേട്ടോ. വളരെ ഈസി ആയിട്ടുള്ള സാധനമാണ്. ചമ്മക്സല പാടുമെന്ന് നിങ്ങൾ ആദ്യം ക്ലാസ് ശ്രദ്ധിക്കുക. നമുക്ക് എന്തെങ്കിലും പാടാം കേട്ടോ, എന്തെങ്കിലും പാടാം, പഠിക്കണ്ട. അടുത്ത, വൈ ഈസ് യൂസ് ഓഫ് അയോഡൈസ്ഡ് സോൾട്ട് ഈസ് അഡ്വൈസ്ഡ്. അയോഡൈസ്ഡ് സോൾട്ട് കഴിക്കുമ്പോൾ മാത്രം അയോഡിൻ ബോഡിയിലുണ്ടാവും. അതിന് മുന്നേ നമുക്ക് ആദ്യം കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്കറിയാം തൈറോയിഡ് ഗ്ലാൻഡ്, ഇത് തൈറോയിഡ് ഗ്ലാൻഡ് ആണ്. നമ്മുടെ നെക്ക് റീജിയനിൽ കാണുന്ന ഗ്ലാൻഡ് തൈറോയിഡ് ഗ്ലാൻഡ്. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് തൈറോക്സിൻ. അപ്പോൾ തൈറോയിഡ് ഗ്ലാൻഡ് തൈറോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അയോഡിൻ എന്ന എലിമെന്റ്, അയോഡിൻ വേണം. സോ അയോഡിൻ ഈസ് വെരി എസെൻഷ്യൽ ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് തൈറോക്സിൻ ബൈ തൈറോയിഡ് ഗ്ലാൻഡ്. ശ്രദ്ധിച്ചോ ഇവിടെ ശ്രദ്ധിക്കുക. ഞാൻ പാട് പേടിക്കണ്ട. അപ്പോൾ അയോഡിൻ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയും അയോഡൈസ്ഡ് സോൾട്ടിലൂടെയാണ് കിട്ടുക. അപ്പൊ അയോഡിൻ കഴിച്ചെങ്കിൽ മാത്രമേ തൈറോയിഡ് ഗ്ലാൻഡ് തൈറോക്സിൻ ഉണ്ടാക്കുള്ളൂ. അപ്പൊ അയോഡിൻ നമ്മൾ ഫുഡിലൂടെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ തൈറോയിഡ് ഗ്ലാൻഡ് തൈറോക്സിൻ ഉണ്ടാക്കാൻ പറ്റില്ല. സോ ഇൻ ആൻ അറ്റംപ്റ്റ് ടു പ്രൊഡ്യൂസ് മോർ തൈറോക്സിൻ, തൈറോയിഡ് ഗ്ലാൻഡ് വിൽ get enlarged and it will be just like protruding outside the neck. നെക്ക് region പ്രൊട്രൂഡ് ചെയ്തിങ്ങനെയാണ് ഗോയിറ്റർ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കാരണം. സോ ഇവിടെ ക്വസ്റ്റ്യൻ ഇതാണ്, എന്തുകൊണ്ടാണ് അയോഡിൻ ഈസ് എസെൻഷ്യൽ ഫോർ ഫങ്ഷനിങ് ഓഫ് തൈറോയിഡ്, ഫോർമേഷൻ ഓഫ് തൈറോക്സിൻ ഹോർമോൺ. ഈ ഡിസീസിനെ വിളിക്കുന്ന പേര് ഗോയിറ്റർ. ഓക്കെ, ഗോയിറ്റർ. സിംറ്റം ചോദിക്കുന്നുണ്ട്, സ്വലൻ നെക്ക്. നിങ്ങൾ ഇവിടെ തന്നെ ശ്രദ്ധിക്കടാ. ജസ്റ്റ് ഡയബറ്റീസ് എന്ന് എഴുതുക, പക്ഷെ നിങ്ങൾ ഡയബറ്റീസ് മെലിറ്റസ് എഴുതുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. കാരണം ഡയബറ്റീസ് ഇൻസിപ്പിഡസ് എന്ന് പറഞ്ഞ വേറൊരു അവസ്ഥയുണ്ട്. അത് ആന്റി ഡയൂററ്റിക് ഹോർമോണിന്റെ സെക്രീഷനുമായി ബന്ധപ്പെട്ട കാര്യമാണ്. വാസോപ്രസിൻ എന്ന് പറയുന്ന ഹോർമോൺ. നിങ്ങൾക്ക് അത് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ടതില്ല, അതുകൊണ്ടാണ്. ഓക്കെ, ഡയബറ്റീസ് മെലിറ്റസ് എന്ന് എഴുതിക്കോളൂ. നെക്സ്റ്റ്, ഹൗ ഡു നെർവ് ഇമ്പൾസ് ട്രാവൽ ഇൻ ദ ബോഡി. അത് പ്രശ്നമില്ലല്ലോ. ഡെൻഡ്രൈറ്റിലെത്തി ആക്സോണിൽ കൂടി പോയി കെമിക്കൽ റിലീസ് ചെയ്തു അല്ലെ, നമുക്കറിയാം, നേരത്തെ പറഞ്ഞ കാര്യമാണ് അല്ലെ. കെമിക്കൽ ന്യൂറോ ട്രാൻസ്മിറ്റർ റിലീസ് ചെയ്തു. ന്യൂറോ ട്രാൻസ്മിറ്റർ എക്സാമ്പിൾ പഠിക്കണം, അസറ്റൈൽ കൊളൈൻ, ഡോപ്പമിൻ ഒക്കെ പറയാം. ഓക്കെ, എക്സാമ്പിൾ ആയിട്ട് പറയാം. ഓക്കെ, ആ ചാർട്ട് പോലെ എഴുതി കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ഒരു ചിത്രമൊക്കെ വരച്ച് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ബെറ്റർ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണത്. ഓക്കെ, ദെൻ നമുക്കിവിടെ ഒരു ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഒരു കേസ് സ്റ്റഡി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, റീഡ് ദ ഗിവൺ പാസേജ്, ആൻസർ എനി 4 ക്വസ്റ്റ്യൻ. Plant perform chemical coordination for various activities with help of hormones. Different hormones are produced by the plants. These are the chemical compounds released by stimulated cell that diffuse to various locations in plants. ശ്രദ്ധിക്കണം, performing different function. There is a hormone that is synthesized in tip of shoot. അപ്പോൾ തന്നെ നമുക്ക് അറിയാം ഏത് ഹോർമോണാണ്. When light is coming from one side of the plant, this hormone diffuses towards the shady side of the shoot. Its concentration stimulates cell to grow longer on one side of the shoot, which is away from the light. This plant appear to bend towards the light. അപ്പോൾ ഹോർമോൺ ഏതാണെന്ന് നമുക്കറിയാം. ഇറ്റ് ഈസ് ഓക്സിൻ. ശരിയല്ലേ? ഓക്സിൻ അല്ലേ ആ ഹോർമോൺ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? മൂവ്മെന്റ് ഓഫ് ഷൂട്ട് ടുവേർഡ്സ് ലൈറ്റ്, ഫോട്ടോട്രോപ്പിസം അല്ലേ ആണ്. അടുത്തത്, യങ് പ്ലാന്റ് റിസീവ് സൺലൈറ്റ്, ക്വസ്റ്റ്യൻ മാറിയ. Young plant receive sunlight from one direction only. What will happen to its root and shoot? അതായത് ഒരു ഡയറക്ഷനിൽ മാത്രം കിട്ടുകയാണെങ്കിൽ മൂവ്മെന്റ് ഓഫ് ഷൂട്ട് ടുവേർഡ്സ് ലൈറ്റ്, അതല്ല, ഷൂട്ട് ഓഫ് ദ പ്ലാന്റ് ബെൻഡ് ടുവേർഡ്സ് ലൈറ്റ് വേർ റൂട്ട് ബെൻഡ് അവേ ഫ്രം ദ ലൈറ്റ്. അത് നമ്മൾ സെയിം സംഭവം തന്നെയാണ് പറയേണ്ടത്. ഫോട്ടോട്രോപ്പിസം, പോസിറ്റീവ് നെഗറ്റീവ് ഫോട്ടോട്രോപ്പിസം പറയാം.
അടുത്തെന്താ ക്വസ്റ്റ്യൻ അറിയോ? അതെ, ദ സ്റ്റിമുലസ് ഇസ് ഗ്രോത്ത് ഓഫ് പോളൻ ട്യൂബ് ടുവേർഡ്സ് ഓവ്യൂൾ ഡ്യൂറിങ് ഫെർട്ടിലൈസേഷൻ. അവിടെ സ്റ്റിമുലസ് കെമിക്കലാണ്. ഓക്കെ, കെമിക്കൽ. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഇസ് നോട്ട് അസോസിയേറ്റഡ് വിത്ത് ഗ്രോത്ത് ഓഫ് ദ പ്ലാന്റ്? ആബ്സിസിക് ആസിഡ്. ഗ്രോത്ത് ഇൻഹിബിറ്റർ ആണ് ആബ്സിസിക് ആസിഡ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ 4-5 മാർക്ക് അവിടെ കിട്ടും. ഓക്കെ, റെഡി. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ എനിവേ നിങ്ങൾ 120 ലൈക്കിന് മുകളിൽ ലൈക്കാക്കി തന്നിട്ടുണ്ട്. സോ വാക്ക് പാലിക്കുന്നത് എന്നും എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. സോ ഞാൻ വാക്ക് പാലിക്കുന്നു. ഞാനൊരു പാട്ട് പാടാം. ഓക്കെ, ഏത് പാട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു പാട്ട് നോക്കട്ടെ. പേടിക്കേണ്ട കാര്യമില്ല, പാട്ട് പാടും കേട്ടോ. നമുക്ക് നല്ലൊരു പാട്ട് പാടാം. എല്ലാവർക്കും അറിയുന്ന പാട്ട് തന്നെ വേണ്ടേ? ഞങ്ങൾക്ക് പാട്ട് പാടാതെ അറിയുന്നില്ല, എന്നാലും പാടുന്നു കേട്ടോ. ഓക്കെ, നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം. ഓക്കെ, സാർ എന്ത് പാടാൻ തീന്നെല്ലാം പറയുന്നുണ്ട്. ഓക്കെ, എന്നാൽ പാടിക്കോളാം. പൂമുത്തോളെ നീയെരിഞ്ഞ വഴിയിൽ ഞാൻ മഴയായി പെയ്തടി, ആരീരാരം ഇടറല്ലേ മണിമുത്തേ കൺമണി, മാറത്തുറക്കാനിന്നോളം തണലെല്ലാം വെയിലായി കൊണ്ടേടി, മാനത്തോളം മഴവില്ലായി വളരേണം എന്മണി, ആഴിത്തിരമാല പോലെ കാത്തു നിന്നേൽക്കാം, പീലിച്ചെറുവേദൽ വീശിക്കാറ്റിലാടി നീങ്ങാം, കനിയേ നീയൻ കനവിതളായി നീവാ, നിധിയേ മടിയിൽ പുതുമലരായി വാവാ. താങ്ക് യു. ഓക്കെ, അപ്പൊ എനിവേ നമ്മുടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. സോ ക്ലാസ്സിനെ കുറിച്ചുള്ള വിലയേറിയ അഭിപ്രായങ്ങൾ എന്ത് ചെയ്യാം? കമന്റ് ബോക്സിൽ ക്ലാസ്സിന് ശേഷം രേഖപ്പെടുത്തുക കേട്ടോ. സോ എനിവേ മറ്റൊരു അവസരത്തിൽ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് നൈറ്റ്.